സ്ത്രീകൾക്ക് പരിശുദ്ധ ഇസ്ലാം നൽകുന്ന പരിരക്ഷയെക്കുറിച്ച്, അത് സംബന്ധമായി പരിശുദ്ധ ഇസ്ലാമിനെ സ്ത്രീ ദർശനങ്ങൾ മുന്നിൽ വെച്ച് ആക്ഷേപിക്കുന്ന ആളുകളുടെ കാപട്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിലെ പ്രത്യേകമായ സാഹചര്യം എല്ലാവർക്കും അറിയാം. വാർത്താമാധ്യമങ്ങൾ, അത് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളൊന്നും തുറന്നു നോക്കാൻ കഴിയാത്ത വിധം ചില മേഖലയിലുള്ള ലൈംഗികമായ പീഡനങ്ങളും അരാജകത്വങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും മറ്റും, അല്ലെങ്കിൽ മുംബൈയിലും സോണാഗച്ചിയിലുമൊക്കെ ലൈംഗികത വിറ്റ് ജീവിക്കുന്ന കുറേ സമൂഹങ്ങളുണ്ട്. അവരെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെയും. അവരെയൊക്കെ വൃത്തികെട്ട രീതിയിൽ സമൂഹം കാണുകയും അതിനുതകും വിധത്തിലുള്ള പേരുകൊണ്ട് അഭിസംബോധന ചെയ്യുകയും തീരെ മാന്യതയില്ലാത്തവരായി കണക്കാക്കുകയും ചെയ്യുമ്പോൾ ഇതേ പരിപാടികൾ തന്നെ അതിലേറെ മോശമായ തലത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് കേരളത്തിൽ പുതിയൊരു പേര് വന്നത് പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖ എന്നാണ്. അവിടെ നടക്കുന്ന എല്ലാ സംഗതികളെയും കുറിച്ച് വിശദീകരിക്കാനല്ല ഞാൻ വിചാരിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ വിഷയത്തിൻ്റെ സമർപ്പണത്തിന് ആവശ്യമായ സൂചന നൽകിയെന്ന് മാത്രം. ഇത് കേരളത്തിൻ്റെ മാത്രം അവസ്ഥയല്ല. ലോകാടിസ്ഥാനത്തിൽ സിനിമാ രംഗത്ത് ഇത് തന്നെയാണ് നടക്കുന്നത്. ഇന്ത്യയിലും അങ്ങനെ തന്നെ. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ് സിനിമാ മേഖലയിലുള്ള ഇത്തരം സംഗതികൾ വെളിപ്പെടുത്തിയിട്ട് കുറേ നടിമാരും ഒക്കെ വെളിപ്പെടുത്തിയിട്ട് കുറച്ചു കാലമായുള്ളൂ. ശരിക്ക് 2006 അമേരിക്കയിൽ മീറ്റു മൂവ്മെൻ്റ് എന്ന പേരിൽ ഈ ഒരു സംഗതി വ്യവസ്ഥാപിതമായ രീതിയിൽ ആരംഭിക്കുന്നത്. എന്തായിരുന്നു ആ മീറ്റു മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത? സിനിമാ ഇൻഡസ്ട്രിയിൽ നടന്ന ദുരനുഭവങ്ങൾ, അല്ലെങ്കിൽ എന്തിനോ വേണ്ടി അവരൊക്കെ ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഇത് രണ്ടും നമ്മൾ വായിക്കണം. പുരുഷന്മാർ പീഡിപ്പിച്ചു എന്ന് വാചാലമായി പറയുമ്പോൾ നമുക്കൊക്കെ കൗതുകം തോന്നുന്ന ചില സംഗതികൾ എന്താണെന്ന് വെച്ചാൽ, 21-ാം വയസ്സിൽ പീഡിപ്പിച്ചതിനെ കുറിച്ചാണ് 52-53 വയസ്സിൽ ഏകദേശം 30-31 വർഷം മൂടി വെച്ചിട്ട് സംസാരിക്കുന്നത് എന്നാണ്. പൊതുവെ തന്നെ ചില സിനിമാ നടികളൊക്കെ പറഞ്ഞതുപോലെ ഇഷ്ടത്തിന് കുറേ കാലം ഒപ്പം നടന്ന് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് പിന്നെ ഏതെങ്കിലും കാരണത്താൽ തെറ്റിപ്പിരിയുമ്പോൾ പീഡനമായി ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് അവർ തന്നെയും ചർച്ച ചെയ്യുന്ന ഒരു രംഗമാണിത്. 2006 അമേരിക്കയിൽ തുടങ്ങിയ മൂവ്മെൻറ്റ് 10 വർഷം വൈകി ഏകദേശം 2016-17 ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഹോളിവുഡ് എന്ന് പറയുന്ന ആ മേഖലയിൽ ഇതിൻ്റെ വ്യാപകമായ സംഗതി ഉണ്ടല്ലോ. നമുക്കവിടെ അധികം ബന്ധമില്ല, നമുക്കത് അറിയില്ല അവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന്. ഇത്തരം മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾക്കപ്പുറം നമുക്കൊന്നും അറിയുകയുമില്ല. പക്ഷേ ആ ഒരു മൂവ്മെൻറ്റ് കാരണം പല ആളുകളുടെയും ഈ കാണുന്ന മുഖമല്ല മറ്റൊന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. നമ്മുടെ കേരളത്തിൽ 2017 ഒരു പ്രമുഖ നടൻ ഒരു നടിയെ പീഡിപ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെൻറ് ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷയായി ഒരു കമ്മിറ്റി നിശ്ചയിക്കുകയും ചെയ്തു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കുറേ മുന്നേ പുറത്തു വന്നിട്ടും അത് പബ്ലിഷ് ചെയ്യാൻ ഗവൺമെൻറ്റുകൾ തയ്യാറായില്ല. അത് പബ്ലിഷ് ചെയ്യരുത് എന്ന് പറഞ്ഞ് അതിലെ കുറേ ആളുകൾ, അവർക്കറിയാമല്ലോ അത് പബ്ലിഷ് ചെയ്താൽ എന്താ സംഭവം, കോടതിയെ സമീപിച്ചു. അവസാനം കേൾക്കുന്നത് ശരിയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏകദേശം 7ഓളം പേജുകൾ വെട്ടിമാറ്റിയിട്ട് ബാക്കിയുള്ളത് അത്ര മാരകമല്ലാത്തത് ഗവൺമെൻറ് പുറത്തിറക്കിയെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കേൾക്കുന്ന കാണുന്ന വാർത്തകളെ ആശ്രയിച്ചാണ് ഇതൊക്കെ പറയുന്നത്. 250 പേജുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 17 പോയിന്റുകൾ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു. സ്ഥിരമായി പീഡനമേൽക്കുന്നു, രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല, വാതിൽ മുട്ടും, മുട്ടിയിട്ട് തുറന്നില്ലെങ്കിൽ വാതിൽ തകർന്നു പോകും വിധം അടിച്ചുകൊണ്ടിരിക്കും, എന്നിട്ടും സമ്മതിക്കണില്ലെങ്കിൽ പിന്നീട് വലിയ പീഡനങ്ങൾ ഉണ്ടാകും, ഒരു രംഗം ഷൂട്ട് ചെയ്യാൻ 17-18 പ്രാവശ്യം നിർബന്ധിപ്പിക്കും, മൂത്രമൊഴിക്കാൻ സൗകര്യം ഉണ്ടാവില്ല എന്ന് തുടങ്ങി ഇല്ലാത്ത പയ്യാരങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇത് ഈ രംഗത്ത് മാത്രമല്ല, സ്പോർട്സ് രംഗത്തുണ്ട് വ്യാപകമായ ലൈംഗിക പീഡനങ്ങൾ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഇന്ത്യയിലായിരുന്നു. അന്ന് ഗെയിംസ് വില്ലേജിലെ ശുചീകരണ തൊഴിലാളികൾ സമരം നടത്തി. അവരെത്ര വൃത്തിയാക്കിയിട്ടും ബാത്റൂമിലെ ഓടകൾ ബ്ലോക്കാവുകയാണെന്നും അതുകൊണ്ട് ജോലി ചെയ്ത് ക്ഷീണിച്ചെന്നും പറഞ്ഞിട്ട്. എന്തായിരുന്നു ഈ ബാത്റൂമിലെ പൈപ്പും മറ്റും വേസ്റ്റ് പോകുന്ന ഭാഗങ്ങളൊക്കെ ബ്ലോക്കായിട്ട് വെള്ളം പൊങ്ങാൻ കാരണം? ഈ സാഹചര്യം അത്രമേൽ വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷേ പൊതുരംഗത്ത് എന്ത് നടക്കുന്നു എന്നത് സൂചിപ്പിക്കാൻ എനിക്കത് പറഞ്ഞേ പറ്റൂ. അവിഹിതമായ ലൈംഗിക ബന്ധങ്ങളിൽ ഗർഭം ധരിക്കാതിരിക്കാൻ കോണ്ടം യൂസ് ചെയ്തിട്ട് അത് ഉപേക്ഷിച്ച സംഗതികൾ തടഞ്ഞു നിന്നിട്ടാണ് വെള്ളം ബ്ലോക്കാകുന്നതെന്നും അതുകൊണ്ട് ശുചീകരണത്തിന് ഞങ്ങൾക്ക് പറ്റില്ലെന്നും ആ തൊഴിലാളികൾ സമരം നടത്തി പ്രഖ്യാപിച്ചു. 5000-ഓളം കോണ്ടം കിട്ടുന്ന കോണ്ടം വെൻഡിങ് മെഷീനുകൾ വ്യാപകമായി സ്ഥാപിച്ചു ആ ഗെയിംസ് വില്ലേജിൽ. ശരിക്കും കോമൺവെൽത്ത് ഗെയിംസ് അല്ലാന്ന് നടന്നത്, കോണ്ടംവെൽത്ത് ഗെയിംസ് ആയിരുന്നു.
അതൊരു മണിക്കൂർ കൊണ്ട് കാലിയായി എന്നാണ് റിപ്പോർട്ട്. പരിശുദ്ധ ഇസ്ലാം പെണ്ണിന് സുരക്ഷിതത്വം നൽകാൻ അവളിത്തിരി അടക്കം പാലിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലാവാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ കൊറോണാനന്തരം നടന്ന ലോക സ്പോർട്സ് മീറ്റിൽ കൊറോണയുടെ ഭീതി മുഴുവനായിട്ട് പോകാത്തത് കൊണ്ട് അന്ന് വല്ലാതെ അടുത്ത് നിൽക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടായിരുന്നു. അതുകൊണ്ട് ജപ്പാനിൽ നടന്ന ആ ഒരു ലോക ഒളിമ്പിക്സിൽ രണ്ടാമതൊരാൾ കട്ടിലിൽ ഇരുന്നാൽ കട്ടിൽ തകർന്നു പോകും വിധത്തിലുള്ള കട്ടിലാണ് അവർ നിർമ്മിച്ചത്. ഗെയിംസ് വില്ലേജിൽ രണ്ടാമതൊരാൾ കട്ടിലിൽ ഇരിക്കാൻ പാടില്ല, കിടക്കാൻ പാടില്ല. എന്തിനായിരുന്നു ഇതൊക്കെ? പൊതുവെ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഇടങ്ങളിലൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ. ഇത് വ്യാപകമായ ആക്ഷേപം ഉന്നയിക്കുകയാണെന്ന് ആരും മനസ്സിലാക്കരുത്, ആരും അവിധത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്യരുത്. പത്ര റിപ്പോർട്ടുകൾ എൻ്റെ മുമ്പിലുണ്ട്. കർണാടകയിലെ ഗവൺമെന്റിന് നിയമസഭാ സഭയിൽ നിന്ന് നൽകിയ ഒരു റിപ്പോർട്ട് നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കോ പകലോ, രാവിലെയോ ഉച്ചയ്ക്കോ സ്ത്രീകളുടെ ജോലിയാക്കണമെന്നും രാത്രി സ്ത്രീകൾ ഒരിക്കലും ജോലി ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കരുതെന്നും പ്രത്യേകമായി ആ കർണാടകയുടെ നിയമസഭാ സമിതി ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകി. എന്തായിരുന്നു പ്രശ്നം? ഞാനീ പറയണതൊക്കെ തന്നെ ഈ കണ്ടെത്തൽ പ്രകാരം, ആ നിയമസഭാ സമിതി നൽകിയ കണ്ടെത്തൽ പ്രകാരം 80% സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു. 80% സ്ത്രീകൾ, 82% സ്ത്രീകളും പീഡിതരാണെന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കേവലം ഒരു നിലവാരമില്ലാത്ത താഴ്ന്ന ഈ തൊഴിലിടങ്ങളിലൊന്നുമല്ല, നേരെ മറിച്ച് ഉന്നതങ്ങളിൽ, കോടതികളിൽ, ജഡ്ജികളിൽ ഒക്കെ ഇത്തരം സംഭവങ്ങളുണ്ടെന്നാണ് ഇവർ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ചില പ്രധാന സുപ്രീം കോടതി ജഡ്ജികൾക്കൊക്കെ എതിരെ മീറ്റു ക്യാമ്പയിന്റെ ഭാഗമായി ആരോപണങ്ങളുണ്ടായി. 82% ആളുകളും നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ നടന്നൊരു പഠനമാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ പേപ്പറിൽ നോക്കിയിട്ടാണ് ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കും പോലെ താഴേക്കിട സ്ഥാപനങ്ങൾ മുതൽ ജുഡീഷ്യറിയിൽ വരെ സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും സ്ത്രീ ജീവനക്കാർ ശക്തമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ ഭാഗമാണ് ഞാൻ വായിച്ചത്. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് എല്ലാ ഇടങ്ങളിലും അങ്ങനെയാണ്. ലോകാടിസ്ഥാനത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ലിബറലിസം കണ്ടുപിടിച്ച ഫ്രാൻസിൽ ഏകദേശം 90%-ലേറെ പെണ്ണുങ്ങളും ലൈംഗിക പീഡനത്തിന് വിധേയരാണെന്നാണ് ഏതെങ്കിലും രീതിയിലുള്ള. കുറച്ചുകൂടെ അപ്പുറത്ത് പരിഷ്കാരത്തിന്റെ ഇറ്റിലമായ ഇംഗ്ലണ്ടിലേക്ക് പോകാം നമുക്ക്. അവിടെ 25% സ്ത്രീകൾക്കും അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാണെന്ന് അറിയില്ല എന്നാണ് കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. 25%-ഓളം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് യുവതികളാകുന്ന അമ്മമാർക്ക്, അവരുടെ കുട്ടികളുടെ പിതാക്കൾ ആരാണെന്ന് അറിയില്ല എന്നാണ്. അപ്പോ സ്ത്രീ പുരുഷനുമായി ഇടകലർന്ന് ജീവിക്കുന്നിടത്തൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ മോളിവുഡിൽ എന്ന് വെച്ചാൽ കേരള സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിലേക്ക് നമുക്ക് വരാം. ഖുർആനിൽ, ഹദീസിൽ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് ഉന്നതമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. കുറച്ചൊന്നുമല്ല. ലോകവിശ്വാസികൾക്ക് മാതൃകയായി 2 സ്ത്രീകളെ ഉദ്ധരിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. സൂറത്തു തഹ്രീമിന്റെ 11-ാമത് വചനത്തിൽ വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യ മുസ്ലിങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് മാതൃകയാണ്. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? ഇത് ഖാലസ് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് അത്യുന്നതനായ ദൈവം എന്ന് വാദിച്ചുകൊണ്ട് നടന്ന അതിശക്തനായ, അതിഭീകരനാകുന്ന ഫിർഔനിന്റെ ഭാര്യയായി നിൽക്കുമ്പോഴും അവര് പരിശുദ്ധ ഇസ്ലാം പുൽകി. അവർ അള്ളാഹുവിനെ വിശ്വസിച്ചു. ഈ ഫിർഔനിന്റെ അദാബിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്രകാരം തന്നെ മുഅ്മിനീങ്ങൾക്ക് മാതൃകയാണ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമിന്റെ ഉമ്മയാകുന്ന മറിയം ബീവി എന്ന് ഖുർആൻ പറയുന്നു. ലോക മുഅ്മിനീങ്ങൾക്ക് മാതൃകയായി സ്ത്രീകളെ പഠിപ്പിക്കുന്നു പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ. അവിടുന്ന് തുടങ്ങണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ സുരക്ഷിതത്വവും ഇസ്ലാമിന്റെ വളരെ മഹത്തായ നിയമങ്ങളും. കൂടുതലായി സ്ത്രീകൾക്ക് പരിശുദ്ധ ഇസ്ലാം പലതും അനുവദിച്ചു കൊടുത്തു. പലതും അവർക്ക് പല ആനുകൂല്യങ്ങളും നൽകി. അവരുടെ ശരീര പ്രകൃതവും അവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും മനസ്സിലാക്കി അവർക്ക് ഏറ്റവും സൂട്ടബിളായ നിയമം ആസൂത്രണം ചെയ്തു. ഓരോന്നോരോന്ന് വിസ്തരിച്ച് പറയേണ്ടതാണ്. നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം പറയുന്നിടത്ത് 3 രീതിയിൽ പരിശുദ്ധ ഖുർആൻ സ്ത്രീകളെ പുകഴ്ത്തുന്നത് കാണാം. എന്നുവെച്ചാൽ പുരുഷന്മാർക്ക് മാത്രം കിട്ടുക എന്നുള്ള രീതിയിലല്ല ഖുർആൻ പറഞ്ഞത്. മറിച്ച് നന്മ പ്രവർത്തിച്ച് വിശ്വാസം ഉൾക്കൊള്ളുന്ന ആണായാലും പെണ്ണായാലും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 124-ാമത്തെ വചനത്തിൽ പറയുന്നു. സമാനമാണെങ്കിലും പെണ്ണിനെ കൂട്ടിയാണ് ഈ പരലോകത്തെ പ്രതിഫലം പറയുന്നിടത്ത് ഖുർആനിന്റെ ബാക്കിയുള്ള ചർച്ചകളും. സൂറത്തുൻ നഹ്ലിന്റെ 97-ാമത്തെ വചനം ഏകദേശം സമാനമാണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ. വിശ്വാസപൂർവ്വം ആരാണ് സത്കർമ്മങ്ങൾ ചെയ്യുന്നത്, ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് നല്ല ശാന്ത സമാധാനപൂർണ്ണമായ ജീവിതം നമ്മൾ നൽകും. വലനുഹ്യിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതലായി അവർക്ക് അല്ലാഹു പ്രതിഫലം നൽകും. ഇതാണ് സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറയുന്നത്. ഏകദേശം ഈ രീതിയിലാണ് ഖുർആനിന്റെ പ്രയോഗം. മൻ അമില സയ്യിഅത്തൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലുഹാ. ഒരാൾ തിന്മ ചെയ്താൽ അതിന് പകരമേ അവന് കിട്ടൂ, കൂടുതൽ ഒരിക്കലും കിട്ടൂല. എന്നാൽ വമൻ അമില സ്വാലിഹൻ,
നന്മ ചെയ്താൽ അവിടെ വെച്ച് പെണ്ണിലേക്കും ആണിലേക്കും കയറുക. മിൻ ദക്കരിൻ ഔ ഉൻസ, തിന്മ ചെയ്യുന്നിടത്ത് പെണ്ണിനെയും ആണിനെയും പറയുന്നില്ല ഖുർആൻ. നേരെ മറിച്ച് അവിടെ പൊതുവെ പറയുന്നു മൻ അമില സയ്യിഅതൻ, ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലുഹാ, അതിന്റെ അത്രയ്ക്കാണ് അവർക്ക് ശിക്ഷ കിട്ടുക. എന്നാൽ വമൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ നന്മ പ്രവർത്തിച്ചാൽ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അവർക്ക് അവിടെ ലഭ്യമാകും. സൂറത്ത് ഗാഫിറിന്റെ 40-ാമത്തെ വചനം നോക്കൂ നിങ്ങൾ. പ്രതിഫലം പറയുന്നിടത്ത് ആണിനോടൊപ്പം പെണ്ണിനെയും ഖുർആൻ ഉദ്ധരിച്ചു പറയുന്നു. സത്യത്തിൽ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ മതി പൊതുവെ, അതല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളും വിധത്തിലുള്ള പൊതുപ്രയോഗങ്ങൾ നടത്തിയാൽ മതി. പക്ഷെ അങ്ങനെയല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുന്നിടത്തൊക്കെ പല ഘട്ടങ്ങളിലും നമുക്ക് ഈ ഒരു പ്രത്യേകത കാണാം. സ്ത്രീയെ പ്രത്യേകമായി ഖുർആൻ എടുത്തു പറയുന്നു. ഇനിയും കുറേ സംഗതികളുണ്ട് സ്ത്രീയുമായി ബന്ധപ്പെട്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശദീകരിക്കാൻ കുറേ സമയം വേണ്ടതാണ്. ഖുർആനിൽ ഹദീസിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്ത്രീ എന്ന രീതിയിൽ തന്നെ കുറേയേറെ പ്രത്യേകതകൾ പരിശുദ്ധ ഇസ്ലാം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ സ്ത്രീകളുടെ ശാരീരികമായ പ്രകൃതം മാനിച്ച് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ പുരുഷന്മാർക്ക് അല്ലാഹു നിർബന്ധമാക്കുന്നു. സ്ത്രീകൾ സഹിക്കുന്ന വിവിധങ്ങളായ വിഷമങ്ങളും പ്രയാസങ്ങളും മാനിച്ച് അവരോട് കൂടുതൽ ആർദ്രതയും ബന്ധവും കാണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു. ഞാൻ ആരോടാണ് കൂടുതൽ ബന്ധം കാണിക്കേണ്ടതെന്ന് അന്വേഷിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച സഹാബി വര്യനോട് അവിടുന്ന് വളരെയേറെ വ്യക്തമായ രീതിയിൽ പറയുന്നത് നിന്റെ ഉമ്മയോട് എന്നാണ്. പിന്നെ ആരോടെന്ന് ചോദിച്ചു അദ്ദേഹം. നിന്റെ ഉമ്മയോട് തന്നെ റസൂൽ മറുപടി പറഞ്ഞു. പിന്നെ ആരോട്? നിന്റെ ഉമ്മയോട് തന്നെ. അദ്ദേഹം നാലാമതും ചോദിച്ചു. പിന്നെ ആരോട്? നിന്റെ വാപ്പയോട്, നിന്റെ പിതാവിനോട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമത്തെ പ്രാവശ്യം പിതാവിലേക്ക് വരുന്നു. പിതാവിന് ഇസ്ലാമിൽ സ്ഥാനമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ പിതാവിന് കഴിയാത്ത കുറേയേറെ സേവനങ്ങൾ കുട്ടി എന്ന രീതിയിൽ ഇവനോട് ചെയ്തയാളാണ് ഉമ്മ. ഗർഭധാരണം, പക്ഷേ ഖുർആന്റെ തന്നെ ഭാഷയിൽ ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, മാതാവ് കുഞ്ഞിനെ ഗർഭം ചുമന്നത് പ്രയാസങ്ങൾക്കുമേൽ പ്രയാസമായിട്ടാണ്. ഇതിലേറെ എങ്ങനെയാണ് മനോഹരമായി വിശദീകരിക്കാൻ? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രയാസങ്ങൾക്കുമേൽ പ്രയാസമായി അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഗർഭം ചുമക്കുക എന്ന പിതാവിന് സാധ്യമല്ലാത്ത മാതാവിന് മാത്രം കഴിയുന്ന ഈ ഒരു സേവനം മുൻനിർത്തി ഞാൻ ആരോട് കൂടുതൽ ആർദ്രത കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആദ്യമായി പറയുന്നു നിന്റെ ഉമ്മയോട്. ആഗതൻ പിന്നെയും ചോദിച്ചു ആരോടാണ് ഞാൻ അടുത്ത രീതിയിൽ ബഹുമാനം കാണിക്കേണ്ടത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയോട് തന്നെ പറഞ്ഞു. എന്തേ കാര്യം? ഗർഭത്തിനു ശേഷം ഉമ്മ നടത്തുന്ന വലിയൊരു സേവനമുണ്ട്, പ്രസവം. പുരുഷന് സാധ്യമേ അല്ല ഈ സേവനം ചെയ്യാൻ. ഇതിന് പ്രതിഫലം എത്ര കോടാനുകോടി അള്ളാഹു നിശ്ചയിച്ചാലും അതിന്റെ ഒരു തരിമ്പ് പോലും പുരുഷൻ അവകാശപ്പെടാൻ കഴിയില്ല. സാധാരണഗതിയിൽ 52 ഇട്ടാൽ വേദനയാണ് ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ബോധം കെട്ടുപോകും. ഇത് 54 അതിലേറെയും സഹിക്കുന്നു എന്നാണ് പ്രസവ സമയത്ത് ഒരു സ്ത്രീ. പക്ഷെ അവർ ബോധം കെടുന്നില്ല. വലിയൊരു പ്രതീക്ഷയിലാണ് അവരിത് സഹിക്കുന്നത്. തന്റെ മോനെ അല്ലെങ്കിൽ മോളെ ചുണ്ടോടടുപ്പിക്കുന്നതോടുകൂടി അവരുടെ നൊമ്പരം മാറിപ്പോകുന്നു. വല്ലാത്തൊരു സേവനം. ഈ ഒരു സേവനം പരിഗണിക്കാതെ വയ്യ. നീ കൂടുതൽ ആർദ്രത കാണിക്കേണ്ടത് രണ്ടാമത് നിന്റെ ഉമ്മയോടാണ്. അത് കഴിഞ്ഞ് 2 വർഷക്കാലം പിന്നെയും പക്വത വരുവോളം ഈ ഉമ്മയ്ക്ക് മാത്രം കഴിയുന്ന ചില സേവനങ്ങളുണ്ട് കുട്ടിയുമായി ബന്ധപ്പെട്ട്. മുലയൂട്ടാൻ, താരാട്ട് പാടാൻ, വേണ്ട രീതിയിൽ പരിചരിക്കാൻ. അത് ചില്ലറ സംഭവമേ അല്ല. പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പുരുഷനേക്കാൾ സ്ത്രീക്കാണ് കഴിയുക എന്ന് മനഃശാസ്ത്രം പറയുന്നു. കുട്ടിനെ നോക്കണം, അതോടൊപ്പം അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, വൃദ്ധയായ മാതാവിനെ സംരക്ഷിക്കണം, പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ നോക്കണം, പാൽക്കാരൻ വരുമ്പോൾ അയാളെ കൈകാര്യം ചെയ്യണം. ഇതെല്ലാം ഒന്നിച്ച് ചെയ്യുമ്പോൾ പുരുഷനേക്കാൾ സൂക്ഷ്മതയോടുകൂടി അത് ചെയ്യാൻ പറ്റുക സ്ത്രീക്കാണെന്ന് ആധുനിക മനഃശാസ്ത്രം പറയുന്നുണ്ട്. ഇതെല്ലാം ഒന്നിച്ചവർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മയോട് പിന്നെയും നീ ആർദ്രത കാണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടതും ഉമ്മയ്ക്ക് ഈ അവസ്ഥയിൽ ഉമ്മയെ സഹായം ചെയ്യേണ്ടതും ഉമ്മയ്ക്ക് വേണ്ട വിഭവങ്ങളൊക്കെ തയ്യാറാക്കേണ്ടതും പിതാവായതുകൊണ്ട് വലിയൊരു ബന്ധം കുട്ടിയുമായി പിതാവിനുണ്ട്. അതുകൊണ്ട് പിതാവിനെ പരിഗണിച്ച് പറയുന്നു. ഇനി നമ്മൾ ഭാര്യ എന്ന രീതിയിൽ ഒരു സ്ത്രീയെ കാണാം. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും സ്ത്രീക്ക് വേണ്ടി നിരവധിയായ നിയമങ്ങൾ സംവിധാനിച്ചു. അവിടുത്തെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ പോലും വത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് പുരുഷ സമൂഹത്തോട് അവിടുന്ന് ഉണർത്തി. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും ഉജ്ജ്വലമായ നിയമങ്ങളുടെ പ്രഭാഷണം, ലോകം കണ്ട ഏറ്റവും വലിയ നീതി വ്യവസ്ഥയുടെ പ്രഖ്യാപനം ഹജ്ജത്തുൽ വദാഇൽ അല്ലാഹുവിന്റെ റസൂൽ നടത്തുമ്പോൾ വത്തഖുന്നിസാ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ കാര്യത്തിൽ വത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നകും അഖ്തുമൂഹുന്ന ബിഅമാനത്തില്ലാ, അല്ലാഹുവിന്റെ പ്രത്യേകമായ കരാർ കൊണ്ടാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചത്. അവരുമായി ലൈംഗിക ബന്ധം അല്ലാഹു നിങ്ങൾക്ക് അനുവാദിച്ചു തന്നു. ഇങ്ങനെ നിങ്ങളുടെ സഹപാഠികളായി ജീവിക്കുന്ന അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇന്നമൻ നിസാഉ ശഖായിഖുർ റിജാൽ, പുരുഷന്മാരുടെ അർദ്ധഭാഗമാണ് സ്ത്രീകളെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇനി പെൺകുട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ സ്ത്രീയെ കാണാം. ഹബീബായ നബി തങ്ങൾ അവിടെയും നിരവധിയായ നിയമങ്ങൾ അവർക്ക് വേണ്ടി നടപ്പിലാക്കി. നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ പെൺകുട്ടികൾ കൂടുതൽ കൊടുക്കണമെന്ന് അവിടുന്ന് പറഞ്ഞു. നിങ്ങൾ സാധനം മേടിച്ചുകൊണ്ട് വരുമ്പോൾ പെൺകുട്ടികൾക്ക് സ്പെഷ്യലായി വാങ്ങണമെന്ന് പറഞ്ഞു. ഇഹ്യാഉലുദ്ദീനിൽ ഇമാം ഗസാലി തങ്ങൾ ഇത് വിശദീകരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ അവഗണിക്കപ്പെടേണ്ടവരല്ലെന്നും പെൺകുട്ടിയുടെ കാര്യത്തിൽ ആരൊക്കെ റിസ്ക് എടുക്കുന്നോ അതിന് സ്വർഗം കിട്ടുമെന്നും അവിടുന്ന് പറഞ്ഞു.
ഒരാൾക്ക് 3 പെൺകുട്ടികളുണ്ടായി, അവരെ വളർത്തി വലുതാക്കി കെട്ടിച്ചു വിട്ടു. അവർക്ക് സ്വർഗ്ഗമെന്ന് അബീബായ നബി തങ്ങൾ പറഞ്ഞു. സാസിൽ നിന്നൊരു സാബി വരെ അന്വേഷിച്ചു, 2 പെൺകുട്ടികളാണെങ്കിലോ? അബീബായ നബി തങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു. വേറൊരാൾ ചോദിച്ചു, 1 പെൺകുട്ടിയാണെങ്കിലോ? ആ പെൺകുട്ടിയെ നോക്കി വളർത്തി കെട്ടിച്ച് നല്ലൊരു ഭർത്താവിനെ ഏൽപ്പിക്കുന്നയാൾക്കും സ്വർഗ്ഗം കിട്ടുമെന്ന് അബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വിധവകളെ കുറിച്ച് ആലോചിച്ചാലോ? വിധവയായി കഴിഞ്ഞാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കണമെന്ന് നിയമമുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. ഇന്ത്യ കാണാൻ വന്ന പണ്ടത്തെ അൽബറൂനിയെ പോലെയുള്ള ഈ യാത്ര ചരിത്രം എഴുതിയ ആളുകളൊക്കെ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കയ്യും കാലും കെട്ടിയിട്ട് പെണ്ണിനെ ചിതയിലിടും. രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ദൂരെ നിന്ന് വലിയ മുളങ്കമ്പ് കൊണ്ട് കുത്തിയിട്ട് അതിലേക്ക് തന്നെ വീഴ്ത്തും. ഇദ്ദേഹം ഈ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയത് എഴുതുന്നുണ്ട് അദ്ദേഹം. സതി എന്ന പേരിൽ അങ്ങനെ ഒരു ആചാരം നടന്നിരുന്നു ഇന്ത്യയിൽ. നമ്മൾ ആലോചിച്ച് നോക്കി, എന്തുമേൽ പീഡനമാണത്. ഭർത്താവ് മരിച്ചു. ആ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയായിരുന്ന സ്ത്രീ യുവതിയാണെങ്കിലും ആരോഗ്യമുള്ളവളാണെങ്കിലും സമ്പന്നയാണെങ്കിലും ഇനി അവൾക്ക് ജീവിക്കാൻ പാടില്ല. നേരെ മറിച്ച് ഭാര്യ മരിച്ചാൽ സതി അനുഷ്ഠിക്കാൻ പുരുഷന് പാടില്ല താനും. ഇത്തരം നിയമങ്ങൾ വ്യാപകമായി നിലനിന്നിരുന്ന രാജ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു, അസ്സാഇ അലൽ അർമില, വിധവകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അധ്വാനിക്കുന്നവൻ, വൽ മിസ്കീൻ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവനും, കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാകുന്നു. അതല്ലെങ്കിൽ വൽ അവിൽ ഖായിമിൽ ലൈല സായിമിൻ നഹാർ, എന്നും പകൽ നോമ്പെടുക്കുകയും രാത്രി പൂർണ്ണമായി നിന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നവരെ പോലെയാകുന്നു. അർമില, വിധവകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധവാ വിവാഹം അല്ലാതെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് അറേബ്യൻ നാടുകളിൽ ഹബീബായ നബി തങ്ങളുടെ കാലത്തും പിന്നെയും ഇസ്ലാമിക സംസ്കൃതി നിലനിൽക്കുന്നിടത്തൊക്കെ വിധവാ വിവാഹം ഒരു മോശമേ അല്ലായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അത്തിക്ക ബീവിയെ കല്യാണം കഴിക്കുന്നത് നമുക്കറിയാം. അതിന്റെ മുമ്പ് 1-2 ആളുകൾ കല്യാണം കഴിച്ച് അവർ മരിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്ത സന്ദർഭത്തിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അതിനുശേഷം പിന്നെയും അവരെ കല്യാണം കഴിച്ചു സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. നോക്കുങ്ങൾ, 4 ഭർത്താക്കന്മാർ പല സന്ദർഭങ്ങളിലായി മരണപ്പെട്ടിട്ടും അവരെ കല്യാണം കഴിക്കാൻ പ്രമുഖർ തന്നെ മുന്നിൽ നിന്നു. എന്തേ കാര്യം? പരിശുദ്ധ ഇസ്ലാം അത് അത്രമാത്രം പ്രോത്സാഹിപ്പിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും 1 മാത്രമേ കന്യകയുള്ളൂ, മഹദിയ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ബാക്കിയുള്ളവരൊക്കെ 1, 2, 3 പ്രാവശ്യമൊക്കെ വിധവകളായവരാണ്. വിധവകളാകുന്ന ആളുകളെ, സ്ത്രീകളെ ഭർത്താവിന്റെ ചിതയിലിട്ട് കൊന്നുകളയണം, അല്ലെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടാൻ അവർ അവിടെ പോയി മരിച്ചിരിക്കണം എന്ന് നിയമമുള്ള ലോകത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിക്കുന്നു. 2 പ്രാവശ്യം വിധവയായ, തന്നേക്കാൾ 15 വർഷം വയസ്സ് കൂടുതലുള്ള ഖദീജ ബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിട്ട്. സ്ത്രീകൾക്ക് വേണ്ടി പരിശുദ്ധ ഇസ്ലാം അവരുടെ ഏത് വിശേഷണം പരിശോധിച്ചാലും, ഉമ്മയാണെങ്കിലും മകളാണെങ്കിലും, അപ്രകാരം തന്നെ ഭാര്യയാണെങ്കിലും വിധവയാണെങ്കിലും, മകളെ കാര്യം നമ്മൾ വിശദീകരിച്ചിട്ടില്ല. പെൺകുട്ടി അപമാനമാവുന്ന കാലത്ത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയുമായുള്ള ജീവിതം ചരിത്രത്തിന്റെ മുന്നിലുണ്ട്. മുമ്പൊരു പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അസംബന്ധമായി പ്രത്യേകം ഗ്രന്ഥങ്ങൾ പോലുണ്ട്. എങ്ങനെയാണ് ഒരു പിതാവും ഒരു പുത്രിയും ജീവിക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ പാംസുസ്നാൻ എന്ന് പറഞ്ഞിട്ടുള്ള കവിത പോലും രൂപപ്പെട്ടത് അങ്ങനെയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ട ശൂന്യതയിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയാണ് ഉമ്മയുടെ സ്ഥാനത്തേക്ക് വരുന്നത്. അവളൊരു സേവികയായി, റസൂലിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി, ഖാദിമായി, ഉമ്മയായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലായി, അവിടുത്തെ പ്രതിരോധ ഭടനായി മാറി. ഹബീബായ നബി തങ്ങളെ പ്രതിരോധ ഭടനായി, കാവൽക്കാരനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുകളിൽ സുജൂദ് ചെയ്യുമ്പോൾ വൃത്തികെട്ട മാലിന്യങ്ങൾ, ഒട്ടകത്തിന്റെ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ട് ആർത്തു ചിരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സമൂഹം ക്രൂരന്മാർക്കിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലനക്കാൻ കഴിയാതെ കിടക്കുകയാണ്. ഒട്ടകത്തിന്റെ വലിയ കുടൽമാല അടങ്ങുന്ന വേസ്റ്റ് തലയിൽ കൂടെ കൊണ്ടിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ചുറ്റുപുറവും ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിക്രൂരനാണ്, ആയുധധാരികളാണ്, കള്ളു കുടിച്ചിട്ട് ലക്ക് കെട്ടിരിക്കുകയാണ്, പരിസര ബോധമില്ലാതെ ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടയിലേക്ക് തന്റെ ഇളങ്കാലുകളുമായി ഓടിച്ചെന്ന് മഹദിയാം ഫാത്തിമ റളിയല്ലാഹു അൻഹ പിതാവിന്റെ തലയിൽ നിന്ന് അതെല്ലാം വലിച്ചെടുത്തിട്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരോട് ശകാരം ചെയ്ത് ഹബീബായ നബി തങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങി വരുന്നു കാവൽ ഭടനായി മാറിയ പൊന്നാരമകൾ ഫാത്തിമ ബീവി. റസൂലിനെ മണ്ണെറിഞ്ഞു, കല്ലെറിഞ്ഞു. നബി തങ്ങളെ കൂട്ടിപ്പിടിച്ച് നിർത്തിയിട്ട് തലയുടെ മുടി ഇഴകൾ ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് കല്ലും പൊടിയും തട്ടിക്കളയുന്നതിനെ കുറിച്ചാണ് പാംസുസ്നാനം, പൊടിയിലെ കുളി എന്ന പേരിൽ ആശാൻ കവിത ഉണ്ടാക്കുന്നത്. റസൂൽ ഹബീബായ റസൂൽ തങ്ങൾ പ്രിയപ്പെട്ട മകൾ ഫാത്തിമാനെ വിളിച്ചിരുന്ന ഒരു ഓമന പേരുണ്ട്, ഉമ്മു അബീഹ. എത്രമേൽ അർത്ഥമാണത്! ഉമ്മു അബീഹ, ഫാത്തിമയുടെ വാപ്പയാകുന്ന എൻ്റെ ഉമ്മയാണ് മോളാകുന്ന ഫാത്തിമ എന്നർത്ഥം. ഉമ്മ ചെയ്യേണ്ട സേവനങ്ങളെല്ലാം ചെയ്തു. 6-ാം വയസ്സിൽ ഉമ്മ മരിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മയുടെ അനുഭവം കിട്ടുന്നത് മകൾ ഫാത്തിമ ബീവി വലുതായി പക്വത വന്നപ്പോഴാണ്. ഇതേത് കാലാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. വൈദാ ബുശ്റാ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ ഖദീം. പെൺകുട്ടി ജനിച്ചു വന്ന സന്തോഷ വാർത്ത കേട്ടാൽ മുഖം ഇരുണ്ടുപോകും, ദുഃഖപരവശരാകും. അപമാനഭാരമോർത്തിട്ടവർ ജനങ്ങളിൽ നിന്ന് മാറി ഒളിച്ചു നടക്കും. പെൺകുട്ടിന്റെ പിതാവ് എന്ന് ആക്ഷേപിക്കും. അത് കാരണം അവർ മുങ്ങി നടക്കും. പലരും കൊന്നുകളയും. പെൺകുട്ടിയുടെ ജനനത്തെക്കുറിച്ച് ഖുർആന്റെ പ്രയോഗം പോലും നമ്മൾ നോക്കണം. വൈദാ ഉഖ്ബിറ അഹദുഹും, അവരിൽപ്പെട്ട ഒരാൾക്ക് വാർത്ത കിട്ടിയാൽ എന്നല്ല. വൈദാ നുബ്ബിഅ അഹദുഹും, അവരിൽപ്പെട്ട ഒരാൾക്കോട് ആരെങ്കിലും വൃത്താന്തം അറിയിച്ചാൽ എന്നല്ല.
വൈദാ ബുശ്ശിറാ അഹദുഹും, ആർക്കെങ്കിലും സന്തോഷ വാർത്ത കിട്ടിയാൽ, മോൾ ജനിക്കുന്നത് അപമാനമല്ലെന്ന്, മോൾ ജനിക്കുന്നത് അഭിമാനമാണെന്ന്, ദുഃഖിക്കേണ്ടതല്ല സന്തോഷിക്കേണ്ടതാണെന്ന്, പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ ഐശ്വര്യമാണെന്ന്, ആ വാർത്തയെക്കുറിച്ചുള്ള പ്രയോഗം പോലും ഖുർആൻ വിധത്തിലാണ് സംവിധാനിക്കണേ. പടച്ച റബ്ബ് അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. വൈദാ ബുശ്ശിറാ അഹദുഹും, ആർക്കെങ്കിലും സന്തോഷ വാർത്ത അറിഞ്ഞാൽ. ഇത് കേൾക്കുമ്പോഴേ ദേഷ്യം വരും. കാരണം പ്രസവിക്കുന്ന സമയത്ത് ആണാണോ പെണ്ണാണോ ആണാണോ പെണ്ണാണോ എന്നുള്ള ഗംഭീരമായ ടെൻഷനിൽ നിൽക്കുക. പെണ്ണ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളൊക്കെ അങ്ങോട്ട് പിരിഞ്ഞു പോവാണ്, ആവേശം കഴിഞ്ഞു. അങ്ങനെ ബേജാർ പിടിച്ച് പോണവരോടെ പറയണത് വൈദാ ബുശ്ശിറാ അഹദുഹും, ആർക്കെങ്കിലും പെണ്ണ് പിറന്നു എന്നുള്ള സന്തോഷ വാർത്ത കിട്ടിയാൽ. സൂറത്ത് തക്വീറിൽ ഖുർആൻ മറ്റൊരു പ്രയോഗം നടത്തുന്നുണ്ട്. വഇദൽ മൗഊദതു സുഇലത് ലിഅയ്യി ദംബിൻ ഖുതിലത്, കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കപ്പെടുന്ന ഒരു ദിവസം വരും. ലിഅയ്യി ദംബിൻ ഖുതിലത്, എന്തൊരു തെറ്റ് കാരണമാണ് മോളെ നീ കൊല ചെയ്യപ്പെട്ടത്? ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പ്രസവിച്ച ഉടൻ പെണ്ണായി എന്നൊരൊറ്റ കാരണത്താൽ നീ ഇത്രമേൽ പീഡിതയായി, ഇതെന്തുകൊണ്ട് എന്ന് ഖുർആൻ നമ്മളെ മഹ്ശറിൽ നടത്തുന്ന ഒരു ചോദ്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. വഇദൽ മൗഊദതു സുഇലത്, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കപ്പെടുമ്പോൾ ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തൊരു കാര്യത്തിനാണ് നീ കൊല ചെയ്യപ്പെട്ടത്? ഇത്രമേൽ സ്ത്രീകളോട്, കുട്ടികളോട്, പെൺകുട്ടികളോട്, ഭാര്യമാരോട്, അപ്രകാരം വിധവകളോടൊക്കെ ഇടപെടാൻ, സ്നേഹിക്കാൻ, ഉൾക്കൊള്ളാൻ, പരിഗണിക്കാൻ ഖുർആനും ഹദീസും നമ്മൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ സ്ത്രീയും പുരുഷനുമുള്ള ശാരീരികവും മാനസികവുമായ വ്യത്യാസത്തെ പരിശുദ്ധ ഇസ്ലാം പരിഗണിക്കുന്നു. ആണും പെണ്ണും ഒന്ന് തന്നെയാണ്, ഒരേപോലെയാണ്, എല്ലാവരും സെയിം ടു സെയിം എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് വാദം അത് മനുഷ്യബുദ്ധിക്ക് യോജിക്കുന്നതല്ല, ചരിത്രത്തിന്റെ ഇതുവരെയുമുള്ള പാഠങ്ങൾക്ക് യോജിക്കുന്നതല്ല, നമ്മുടെ അനുഭവങ്ങൾക്ക് യോജിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ആണും പെണ്ണും വ്യത്യസ്തരാണെന്ന പരമസത്യം അംഗീകരിക്കുന്നു. അതല്ല എന്ന രീതിയിൽ ആണിനെപ്പോലെയാവാൻ പെണ്ണ് ഒരുമ്പെടുന്നതിന്റെ ചില പ്രത്യാഘാതങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ശാരീരികമായി തീർച്ചയായും പെണ്ണ് ആണിനേക്കാൾ ശക്തി കുറഞ്ഞവരാണ്, ഒരു തർക്കമല്ല അതിൽ. പെണ്ണിന്റെ ശരീരം ശരിക്കും ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് അള്ളാഹു സൃഷ്ടിക്കുന്നു, അങ്ങനെ തന്നെ വേണം താനും. നല്ല ഹാർഡായി, നല്ല മസിലൊക്കെ പൊങ്ങി പരുപരുത്ത രീതിയിൽ സ്ത്രീയുടെ ശരീരമായാൽ മാനവകുലം നിലനിൽക്കാൻ എന്നല്ല, ജൈവവർഗത്തിന്റെ നിലനിൽപ്പിന് പടച്ച റബ്ബ് സംവിധാനിച്ച ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധം പോലെയുള്ള സംഗതികൾക്ക് അത് വലിയ വിഘാതമായി മാറും. പുരുഷനെ പോലെ മുഴുവൻ രോമാവൃതമായ ശരീരം, പുരുഷനെ പോലെ താടി മീശ, പുരുഷനെ പോലെ നല്ല മസിലും നല്ല ഒരൊക്കെയുള്ള ശരീരം ആയിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിന്റെ മുന്നോട്ടുള്ള സുഭഗമായ ചലനത്തിന് വിഘാതമാകും. അതുകൊണ്ട് സ്ത്രീ അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും വിധത്തിലാണ് അവരെ പഠിച്ചിട്ടുള്ളത്. സ്ത്രീയുടെ ശരീരത്തിൽ ഓരോ ഭാഗം പരിശോധിക്കുക. നേക്കഡ് മാൻ, നേക്കഡ് വുമൺ പോലെയുള്ള പുസ്തകങ്ങളുണ്ട്. മനുഷ്യന്റെ ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും അതിന്റെ ധർമ്മത്തെയും പഠിപ്പിക്കുന്ന നല്ല സയന്റിഫിക് ആയ പുസ്തകങ്ങൾ. നമ്മുടെ എടുപ്പ് പോലെയല്ല സ്ത്രീകളുടെ എടുപ്പ് ഭാഗം, അത് നമ്മളെ പോലെ ഹാർഡാവാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ മുതിർന്ന സ്ത്രീകൾ പ്രത്യേക പരിശീലനം കിട്ടാതെ സ്പീഡിൽ ഓടിയിട്ടുണ്ടെങ്കിൽ വീണു പോകും. കാരണം അവരുടെ ഈ ഊരഭാഗത്തിന് എല്ലുകൾ പ്രത്യേകമായ രീതിയിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടാണ് അത് നിലകൊള്ളുന്നത്. എങ്കിലേ അവരുടെ പ്രസവം സാധ്യമാവുകയുള്ളൂ. പുരുഷനെ പോലെയല്ല, എങ്കിലേ അവരുടെ പ്രസവം സാധ്യമാവുകയുള്ളൂ. അവരുടെ ശരീരം വളരെ സ്മൂത്തായിരിക്കണം, എങ്കിലേ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് സുഗമമായി നടക്കുള്ളൂ. അവർക്ക് വൈകാരികമായ രീതി കൂടുതലായിരിക്കും, അതുകൊണ്ട് കൂടുതൽ കരയും, പെട്ടെന്ന് മോശനിളകും, കുട്ടികളോട് പ്രത്യേകമായി സ്നേഹം കൂടും, രോഗികളോട് പ്രത്യേകമായ മമത ഉണ്ടാകും. പുരുഷനെ പോലെയല്ല, പുരുഷന് മാനസികമായി വളരെ കാഠിന്യ ഹൃദയനാകുന്നു, അതുകൊണ്ട് പെട്ടെന്നൊന്നും അവനെ ഇളകൂല. സ്ത്രീകൾ പെട്ടെന്ന് പേടിക്കും, ഭയക്കും. പുരുഷനത് പറ്റില്ല. പുരുഷൻ പെട്ടെന്ന് ഭയക്കുകയും എല്ലാ അർത്ഥത്തിലും പേടിത്തൊണ്ടനുമായിട്ടുണ്ടെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ ചലനം അസാധ്യമാകുന്നു. പുരുഷന് സ്ഥിരമായി പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായും അവന്റെ ശരീരഭാഗം അതിന് പറ്റും വിധം ഹാർഡായിരിക്കും. ഓരോരുത്തരുടെയും ധർമ്മത്തിനനുസരിച്ചാണ് ശരീരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു വിശ്വാസികൾ. ഇനി അതൊന്നുമല്ല, എവല്യൂഷൻ വഴി അങ്ങനെ രൂപപ്പെട്ടു എന്ന് പറയുന്നു ദൈവനിഷേധികൾ. രണ്ടായാലും സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരത്തിന് പൂർണ്ണമായ രീതിയിൽ വ്യത്യാസമുണ്ട്, മാനസികാവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്. ഇത് സമ്മതിക്കാതെ വയ്യ. അങ്ങനെ വരുമ്പോ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, ജോലി ചെയ്യേണ്ടത്, സമ്പാദിക്കേണ്ടത്, വീട് നിർമ്മിക്കേണ്ടത്, ഇങ്ങനെ തുടങ്ങിയ വലിയ കൂടുതൽ ഈ ശക്തി പ്രയോഗിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പരിശുദ്ധ ഇസ്ലാം പെണ്ണുങ്ങളെ ഒഴിവാക്കി കൊടുക്കുന്നു. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളതൊന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരിശോധിച്ച് നോക്കാം. സ്ത്രീ ഒരർത്ഥത്തിലും ചെലവഴിക്കേണ്ടവളല്ല. സ്ത്രീ ഒരർത്ഥത്തിലും ചെലവഴിക്കേണ്ടവളല്ല. മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ഒന്നും ചെലവഴിക്കൽ പെണ്ണിന് നിർബന്ധമേ ഇല്ല. പെണ്ണിന് സമ്പത്തുണ്ടെങ്കിൽ പോലും അവൾക്ക് ചെലവെടുക്കേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അനന്തരാവകാശം ഓഹരി വെക്കുമ്പോൾ പെണ്ണിന് പകുതി സ്വത്ത് മതി എന്ന് പറയുന്നത്. പുരുഷന് പെണ്ണിന്റെ ഇരട്ടി കിട്ടിയാലും അത് മൊത്തം അങ്ങനെയല്ല കേട്ടോ, കേവലം 4 ഇടങ്ങളിലേ അത് വരുന്നുള്ളൂ. ഏകദേശം 16-17 ഇടങ്ങളിൽ പുരുഷനും സ്ത്രീയും അനന്തരാവകാശത്തിൽ തുല്യരാണ്. ചിലയിടങ്ങളിൽ സ്ത്രീ പുരുഷനേക്കാൾ കൂടുതൽ കിട്ടുന്നവരാണ്, സ്ത്രീ എന്ന അർത്ഥത്തിൽ.
പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീ കിട്ടുന്ന രംഗമുണ്ട്. ഇപ്പൊ പിതാവിന്റെ സ്വത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയാം, പെണ്ണിന്റെ പകുതിയും ആണിനെ ഇരട്ടിയാണ് വരിക. ഈ പകുതി തന്നെ എന്തിനാണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം പെണ്ണിന് ചെലവഴിക്കേണ്ടതില്ല. ഈ പകുതി സ്വത്ത് അവൾക്ക് പോക്കറ്റ് മണിയായിട്ട് സൂക്ഷിക്കാം, അവളുടെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം, സ്വന്തം ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് ചെലവഴിക്കണം, മാതാപിതാക്കൾക്ക് ചെലവഴിക്കണം, ഭാര്യയ്ക്ക് ചെലവഴിക്കണം, വീട് നിർമ്മിക്കണം, ആവശ്യങ്ങളൊക്കെ സംവിധാനിച്ചു കൊടുക്കണം. ഈ പെണ്ണ് ഏത് ജീവിത പശ്ചാത്തലത്തിലായിരുന്നു ഇതുവരെ കഴിഞ്ഞിരുന്നത്, തന്റെ അടുത്തെത്തിയാൽ ആ പശ്ചാത്തലം സൃഷ്ടിക്കുകയും വേണം. അപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അത് വേണ്ടി വരും. അവൾ ഇതുവരെ കിടന്നുറങ്ങിയത് AC റൂമിലാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും. സ്വന്തം കാശ്, പുരുഷന്റെ നേർപകുതി സ്വന്തം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പെണ്ണിന് സമ്മതം കിട്ടുന്നു. നേരെ മറിച്ച് പുരുഷന് അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഇസ്ലാം ഏൽപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പകുതി സ്വത്ത് തന്നെ പെണ്ണിന് ധാരാളമാണെന്ന് മനസ്സിലാകും. ഒന്ന്. രണ്ടാമത്, ഈ പെണ്ണ് ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ ഭാര്യയാണ്. സ്വാഭാവികമായി അയാളുടെ മാതാപിതാക്കളുടെ അനന്തരാവകാശം ഇരട്ടിയായിട്ട് അയാൾക്ക് കിട്ടും. അപ്പൊ സമൂഹത്തിൽ പൊതുവെ നോക്കുമ്പോൾ ഈക്വലാവും. കുടുംബം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഈക്വലായിട്ട് വരും. അനന്തരാവകാശത്തിന്റെ വിഷയങ്ങൾ വിശാലമായി സംസാരിക്കേണ്ടത് ഈ വേദിയിലല്ല, ഞാൻ സൂചന നൽകുക മാത്രം ചെയ്തു. പെണ്ണിന് ഇസ്ലാം ഒരിക്കലും ചെലവഴിക്കൽ നിർബന്ധമാവുന്നില്ല. അപ്രകാരം തന്നെ പരിശുദ്ധ ഇസ്ലാം പെണ്ണിന് ജുമുഅ ജമാഅത്തുകളിൽ വരേണ്ടതില്ലെന്ന് പറഞ്ഞു. അവരോട് ജുമുഅ ജമാഅത്തുകളിൽ പെണ്ണുങ്ങൾ വരേണ്ടതില്ലെന്ന് പറഞ്ഞു. അത് വെറുതെ വരേണ്ടെന്ന് പറയല്ല, ഈ നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി പ്രതിഫലം അവർ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ കിട്ടുമെന്നും കൽപ്പിച്ചു, പറഞ്ഞു, പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു ഉമ്മു ഹുമൈദിൻ സാഇദിയ റളിയല്ലാഹു അൻഹ. അവർ വന്നിട്ട് വളരെ മനോഹരമായ വിഷയം അവതരിപ്പിക്കുന്നത്. എന്റെ സ്വന്തം അഭിപ്രായത്തിന് വന്നതല്ല, ഞാൻ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. പുരുഷന്മാർ യുദ്ധത്തിന് പോകുന്നു, കൂലി സമ്പാദിക്കുന്നു. പുരുഷന്മാർ ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നു, കൂലി സമ്പാദിക്കുന്നു. ഞങ്ങൾക്ക് അതിനൊന്നും അവസരം കിട്ടണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് വളരെയേറെ ഹൃദ്യമായ ഭാഷയിൽ പ്രതികരിച്ചു. അങ്ങയുടെ താല്പര്യം എനിക്കറിയാം, അത് ഏതാ ജമാഅത്ത് നോക്കണം. റസൂലുള്ളാഹി ഇമാമാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരൊക്കെ മുഅ്മിനീങ്ങളാണ്. മദീനത്തെ പള്ളിയിലാണ് മറ്റു പള്ളികളെക്കാൾ 10,000 ഇരട്ടി കൂടുതൽ പുണ്യം കിട്ടുന്ന പള്ളി. എനിക്കറിയാം അങ്ങയുടെ താല്പര്യം, പക്ഷേ റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു. നിന്റെ വീടിന്റെ സിറ്റൗട്ട് നിസ്കരിക്കൽ ഈ പള്ളി നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിനക്ക് പുണ്യം കിട്ടും. നിന്റെ വീടിന്റെ ഡൈനിങ് ഹാളിൽ നിസ്കരിക്കൽ ഈ നിന്റെ വീടിന്റെ സിറ്റൗട്ട് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പുണ്യം കിട്ടുന്നതാണ്. നിന്റെ വീടിന്റെ റൂമിന്റെ ഭാഗത്ത് നിസ്കരിക്കൽ ഡൈനിങ് ഹാളിനേക്കാൾ പുണ്യം കിട്ടും. നിന്റെ സ്വകാര്യമായ ഒരു പ്രത്യേക റൂമിൽ ആരാരുമില്ലാത്ത പ്രവേശിക്കാത്ത നിന്റെ സ്വകാര്യമായ റൂമിൽ വെച്ച് നിസ്കരിക്കൽ പൊതു റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. സഹിഹായ ഹദീസാണിത്. അപ്പൊ ഇന്ന് നമ്മുടെ പള്ളിയിൽ പോയി ഒരു പെണ്ണ് നിസ്കരിക്കുന്നതിനേക്കാൾ അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ നിസ്കരിച്ചതിന്റെ പുണ്യം കിട്ടും. കാരണം ഉമ്മു ഹുമൈദിൻ സാഇദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന് മുത്തറസൂലിന്റെ പള്ളിയേക്കാൾ എന്തോ ശ്രേഷ്ഠത ഉള്ളത് കൊണ്ടല്ല റസൂൽ അവിടെ വെച്ച് നിസ്കരിച്ചാൽ ഇവിടെ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം കിട്ടും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ പൊതുവേ ലോകത്ത് എവിടെയും പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോവാത്തത്. പോണ സമയത്ത് കയറുന്നുണ്ടാവും പലരും, പൊതുവേ കയറില്ലേ. ഹറമിന്റെ പരിസരത്തുള്ള വീട്ടുകാരെങ്കിലും ഹറമിലേക്ക് നിസ്കരിക്കാൻ വരാറുണ്ടോ? ഇല്ല. മക്കത്തും മദീനത്തും ഹറമിന്റെ പരിസരത്ത് കുറെ വീട്ടുകാരില്ലേ, അറബികൾ താമസിക്കുന്നില്ലേ, അവരാരെങ്കിലും 5 വഖ്തിനും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാറുണ്ടോ? ഇല്ല. പിന്നെ തവാഫിന് പോകുമ്പോൾ അവിടെ നിസ്കരിക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ, സിയാറത്തിന് പോകുമ്പോൾ നിസ്കരിക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ. അതുകൊണ്ടാണല്ലോ ലോക ചരിത്രത്തിൽ ഇതുവരെ അതേ മസ്അല തന്നെ എല്ലാവരും പറഞ്ഞത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഇഖ്തിലാഫുൽ ഹദീസിലെ വാചകം നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, അവിടുത്തെ പെൺമക്കൾ, അവിടുത്തെ സേവികമാർ, റസൂലിന്റെ അമ്മായിമാർ, റസൂലിന്റെ ബന്ധപ്പെട്ട മറ്റു സ്ത്രീകൾ, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോയി എന്തെങ്കിലും പുണ്യം കിട്ടാനാകുമെങ്കിൽ ഇവർ പള്ളിയിലേക്ക് പോകുമായിരുന്നു. പക്ഷെ അവരാരും പള്ളിയിലേക്ക് പോയില്ല. ആയിഷ ബീവി പള്ളിയിൽ പോയി നിസ്കരിക്കണം നമ്മൾ കാണുന്നില്ല. ആദ്യഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിരുന്നു എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല, അതിന് അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ വേറെ രീതിയിലല്ല സംസാരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അതിന്റെ ശേഷം വന്ന പണ്ഡിതന്മാരുടെയൊക്കെ പ്രഖ്യാപനങ്ങൾ. പരിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ വാക്യം, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ വഅഖിംന സ്വലാ. പെണ്ണുങ്ങൾ ആവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങാവൂ, അല്ലാതെ പുറത്തിറങ്ങരുത്, വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കുക, പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ, ഇതുവരെയുള്ള പണ്ഡിതന്മാരുടെ ചരിത്രം ആലോചിച്ച് നോക്കുക. അല്ലാമ മൗദൂദിക്ക് അൽ ഹിജാബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട്. എത്ര മനോഹരമായാണ് ഇസ്ലാമിന്റെ ഈ സ്ത്രീ സംബന്ധിയായ വിഷയങ്ങൾ അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ തഫ്ഹീമുൽ ഖുർആനിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സൂറത്തുൻ നിസായിലെയും സൂറത്തുൻ നൂറിലെയും വചനങ്ങൾ പരിശോധിക്കുക. സ്ത്രീ എത്രമേൽ അച്ചടക്കത്തോടുകൂടെ ജീവിക്കണമെന്നും എത്രമേൽ അവർ അവരുടെ വീടിനെ നിർബന്ധമായും വാസസ്ഥാനമായി കണക്കാക്കണമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സയ്യിദ് സാബിക്കിന്റെ ഫിഖ്ഹ് സുന്ന നമ്മൾ നോക്കുക. പൊതുവെ കേരളത്തിലെ ഇസ്ലാമിക സംഘടനകളൊക്കെ അംഗീകരിക്കുന്ന ഇബ്നുൽ ഹസം ലാഹിരിയുടെ അൽ മുഹല്ല നമ്മൾ വായിച്ചു നോക്കുക. അപ്പൊ ചരിത്രത്തിന്റെ അങ്ങേ തലം മുതൽ ഇമാം ഷാഫി തങ്ങൾ മുതൽ ഇതുവരെയുള്ളവരൊക്കെ ഇതേ ദർശനം തന്നെ വെച്ച് പുലർത്തി. സൗദിയിൽ ഈയിടെയൊക്കെ ജീവിച്ചു പോയിരുന്ന കുറേ പണ്ഡിതന്മാരെ നമ്മൾ പരിശോധിക്കാം. അൽബാനി ഹദീസ് നിവാരണത്തിൽ അതിന്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ കേരളത്തിലെ പ്രമുഖ സംഘടനകളൊക്കെ ഏറ്റവും വലിയ ആളായിട്ട് കണക്കാക്കുന്ന അൽബാനി, സ്ത്രീകൾ ഹറമിലേക്ക് പള്ളിയിലേക്ക് വരരുതെന്ന് അദ്ദേഹത്തിന്റെ ഫത്വയുണ്ട്. അതിനുശേഷം ഇബ്നുൽ ബാസ് അദ്ദേഹത്തിന്റെ ഫത്വയുണ്ട്. അതിനുശേഷം ഷെയ്ഖ് ഹുസൈമീൻ അദ്ദേഹത്തിന്റെ ഫത്വയുണ്ട്. ഇത് പെണ്ണുങ്ങൾ അവഗണിക്കുന്നതല്ല, ഞങ്ങളും പോരണ്ടേന്നല്ല. വീട്ടിലിരുന്നാൽ ഇതിലേറെ പുണ്യം കൊടുക്കുന്നു. ഇതൊരു പള്ളിയുടെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ. നേർച്ചാന്നും പറഞ്ഞിട്ട് പെണ്ണിറങ്ങി അഴിഞ്ഞാടുന്നത് ഇസ്ലാമികമേയല്ല, പാടില്ല. നേർച്ചാന്ന് പറയാം, നേർച്ചക്കൊക്കെ ഡെഫിനിഷൻ ഉണ്ട് ഖുർആൻ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ. അതിന്റെ പേരിൽ പുറത്തിറങ്ങുക, പൂരത്തിന്റെ പേരിൽ പുറത്തിറങ്ങുക, സമ്മേളനങ്ങളുടെ പേരിൽ പുറത്തിറങ്ങുക, സിയാറത്തിന്റെ പേരിൽ പുറത്തിറങ്ങുക. പെണ്ണുങ്ങൾക്ക് നിശ്ചിതമായ രീതിയിലുള്ള അതവും ചിട്ടയൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ പുണ്യം കിട്ടൽ അവിടെ ചെന്നാൽ മാത്രം സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആരാധനയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ജോലിയിലേക്ക് നമുക്ക് പിന്നെ വരണം. അതല്ലാതെ അഴിഞ്ഞാടിക്കൊണ്ടുള്ള സിയാറത്തുകൾ, പിടുത്തമിട്ട ഉംറ യാത്രകൾ പറയാണ്ട വയ്യ.
ഫർളായ ഉംറ നിർവഹിച്ചു, ഹജ്ജ് നിർവഹിച്ചുവെങ്കിൽ പിന്നെ സുന്നത്തായ ഉംറയോ ഹജ്ജോ ചെയ്യണമെങ്കിൽ മഹറം നിർബന്ധം. തനിക്ക് കെട്ടാൻ പാടില്ലാത്ത വാപ്പയോ മകനോ സഹോദരനോ ഭർത്താവോ നിർബന്ധം. അതില്ലാതെ സുന്നത്തായ ഹജ്ജിന് പോകാൻ പറ്റില്ല, ഉംറക്ക് പോകാൻ പറ്റില്ല. ചില ആളുകൾക്ക് അത് പെണ്ണുങ്ങളും ആണുങ്ങളും കൂടുതൽ ഉംറക്ക് വരേണ്ടത് ആവശ്യമായിരിക്കും അവരുടെ ഉപജീവനത്തിന്റെ മാർഗമായിട്ട്. പക്ഷെ ആണും പെണ്ണും ഒന്നിച്ചു ചേർന്ന് ഹിജാബില്ലാതെ മുട്ടിയുരുമ്മി യാത്ര പാടുണ്ടോ? പാടില്ല. വാജിബായ ഉംറക്ക് കുറേയേറെ പെണ്ണുങ്ങളൊക്കെ ഒന്നിച്ചൊരു സംഘമാകുമ്പോൾ ഏകദേശം ഈ ഫിത്നയിൽ നിന്ന് ഒരു നിർഭയത്വമൊക്കെ കിട്ടുമ്പോൾ പാടുണ്ട്. മതിയായ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ, മതിയാവുന്ന ആയിഷ ബി റളിയല്ലാഹു അൻഹ എത്ര ഉംറക്ക് പോയി എന്നുള്ളതിന്റെ കണക്കൊന്നും എടുത്ത് നോക്കിയിട്ടുണ്ടോ? എത്ര ഉംറക്ക് പോയി എന്നുള്ളതിന്റെ ഒരൊറ്റ പ്രാവശ്യമാണ് ആയിഷ ബി റളിയല്ലാഹു അൻഹ ഹജ്ജ് ചെയ്തത്. മക്കത്താ ജീവിക്കണത്, മദീനത്താ ജീവിക്കണത്. അന്ന് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാലം. മതിയാവുന്ന ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ വസിയത്ത് ചെയ്തു, എന്റെ ജനാസ സംസ്കരണം രാത്രിയെ നടത്താവൂന്ന്. എന്തേ കാര്യം? ജനാസ പൊതിഞ്ഞ് മുഴുവനായിട്ട് 5 വസ്ത്രം വെച്ച് കെട്ടിപ്പൊതിഞ്ഞു വെച്ചാൽ ശരീരത്തിന്റെ ഉള്ളിലേത് ഒന്നുമേ പുറത്ത് കാണൂല. എന്നാൽ പോലും തന്റെ ആ ഒരു ആകാര സൗഷ്ഠവം ഇങ്ങനെ പൊതിഞ്ഞു വെച്ചതിന്റെ പുറത്ത് കാണുന്ന ഒരു രൂപമുണ്ടല്ലോ, അതുപോലും ഒരു അന്യൻ കാണരുത്, ദർശിക്കരുത്. അതുകൊണ്ട് എന്റെ ജനാസ സംസ്കരണം രാത്രിയാവണമെന്ന് പുണ്യപൂമാൻ മുത്തുറസൂലിന്റെ വിദ്യാഭ്യാസശാലയിൽ നിന്ന് ഓരോ കണികയും നേടിയെടുത്ത സ്വന്തം പുത്രി മഹദിയാം ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഓരോ കാര്യത്തിനും കോലം കെട്ടി ഇറങ്ങി പോവുക? മുദ്രാവാക്യം വിളിക്കുന്നതിനെ കുറിച്ച് മൗദൂദി പറയുന്നുണ്ട്, പാടില്ലാന്ന്. സമരരംഗത്ത് സജീവമാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, പാടില്ലാന്ന്. ഞാൻ ആദ്യകാല പണ്ഡിതന്മാർ മുതൽ ഇപ്പോ നമ്മുടെയൊക്കെ പരിസരത്തുണ്ടായവർ വരെ, അതിൽ പാർട്ടി ഭേദങ്ങളൊന്നുമില്ലാതെ ഇബ്നുൽ അസ്മുൽ മുതൽ സയ്യിദ് സാബിഖ് വരെ, അദ്ദേഹത്തിന്റെ ഫിഖ്ഹ് സുന്നയുടെ മലയാളം ലഭ്യമാണ് കേരളത്തിൽ. എന്താ പ്രശ്നം? അൽ മർഅതു അവറത്തുൻ. ഇമാം തുർമുദി നിവേദനം ചെയ്ത ഹദീസിൽ മുത്ത് റസൂൽ പറഞ്ഞു, പെണ്ണ് എന്ന് പറഞ്ഞാൽ തന്നെ അവറത്താവുന്നു. ഉറുദു ഭാഷയിലൊക്കെ പെണ്ണിന്റെ പേരനെ അവറത്തുന്ന. അവൾ പുറത്തിറങ്ങിയാൽ ഷൈത്വാൻ നോക്കും, ഷൈത്താൻ ഇടപെടും. അതോടുകൂടെ ഇങ്ങനെ താല്പര്യം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാ ഒരു നടൻ നമ്മുടെ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ഞാൻ കയറി പിടിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവളുടെ ഡ്രസ് കോഡ് പിടിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. അവളെ ഡ്രസ് കോഡ്, അവളെ തുണികുപ്പായം, അവളെ തേച്ച കോസ്റ്റ്യൂമുകൾ കാണുമ്പോൾ പിടിക്കാതെ നിൽക്കാൻ കഴിയില്ല എന്ന്. ഇതാ ഖറജത്ത്, പെണ്ണ് പുറത്തിറങ്ങിയാൽ ഷൈത്താൻ ഇടപെടും, ഷൈത്താൻ നോക്കും, ദർശിക്കും, ഷൈത്താൻ ഫിത്നയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പള്ളിയിലേക്ക് വരണം എന്ന കൽപ്പനയിൽ നിന്ന് സ്ത്രീയെ ഇസ്ലാം ഒഴിവാക്കി. സ്ത്രീകൾക്ക് മഹർ കൊടുക്കണമെന്ന് ഇസ്ലാം നിർബന്ധം പറഞ്ഞു. മഹർ എന്ന് പറഞ്ഞാൽ പെണ്ണിന് മാത്രമുള്ളൊരു അവകാശം. ആണിന് സ്ത്രീധനം ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് കൊടുത്താലായി എന്നല്ലാതെ വിലപേശി പിടിച്ചു വാങ്ങി അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊന്ന് നമ്മുടെ ഈ പ്രൗഢമായ സംസ്കാരം നിലനിൽക്കുന്ന കേരളത്തിലുണ്ടായതാ. ഒരിക്കൽ കൊത്തി പെണ്ണ് മരിച്ചില്ല, പിന്നെയും കൊത്തിച്ചു. ഈ ആവശ്യാർത്ഥം പാമ്പ് പിടുത്തം പരിശീലിച്ചു ഒരു ഭർത്താവ്. എത്ര കഷ്ടപ്പെട്ടു എന്ന് ആലോചിച്ചു. ഭാര്യനെ കൊല്ലാൻ വേണ്ടി പാമ്പ് പിടുത്തം പാമ്പാട്ടിയുടെ അടുത്ത് പോയി പഠിച്ചു വന്നതാണ്. എന്തേ? കിട്ടിയത് പോരാന്നും പറഞ്ഞിട്ട്. ഇസ്ലാമികമല്ല. ആരെങ്കിലുമൊക്കെ മകളെ കെട്ടിക്കുമ്പോൾ ഭർത്താവിനും മകൾക്കും ഒരു സൗകര്യമാവട്ടെ എന്ന് കരുതിയിട്ട് ഇഷ്ടപ്രകാരം ലോണൊന്നും എടുത്ത് കാറ് വാങ്ങാതെ, അല്ല തെക്ക് ഭാഗത്തേക്കൊക്കെ പോയാൽ 2-3 ഏക്കർ കൊടുക്കണം, 19 പവൻ കൊടുക്കണം, പിന്നെ കല്യാണ ചെലവ് മൊത്തം പെണ്ണിന്റെ വാപ്പ എടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം കൊള്ളാവുന്ന ചെറിയ ലെവലിൽ ഒരു BMW കാറെങ്കിലും വേണം. അതിനുവേണ്ടി കോടികൾ ലോൺ എടുക്കണം. ജീവിതകാലം മുഴുവൻ ഈ ഒരു ലോൺ മനസ്സിലും വെച്ച് കുരിശ് തലയ്ക്കേറ്റിയിട്ട് ഇങ്ങനെ ജീവിക്കണം. എന്നിട്ട് കല്യാണത്തിന് ആളൊക്കെ വരുമ്പോൾ നമ്മുടെ മോളല്ലേ, അവരുടെ ഇഷ്ടമല്ല നമ്മളിഷ്ടം, അതുകൊണ്ട് ഈ ഒരു കാർ വാങ്ങി ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പുളിച്ചിത്തരം പറയണം. ഉള്ളിനുള്ളിൽ അഗ്നിപർവ്വതം അങ്ങനെ പൊട്ടുകയാണ്. കാരണം ഫുൾ ലോണാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ കാർ എവിടെയെങ്കിലും ഇടിച്ച് കേടുന്നാൽ മോളോട് പറയും, നീ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് പാനോട് ഇതിങ്ങനെ ഇടിച്ചിരിക്കണെന്ന്. പിന്നെ അത് കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്ത് നന്നാക്കി കൊടുക്കേണ്ട ബാധ്യത പോലും, അതായത് ലൈഫ് ലോങ് ബാധ്യതയാണ് ഈ മനുഷ്യൻ ഏറ്റെടുക്കുന്നത്. ഇതല്ല, നിർബന്ധമായും കൊടുക്കേണ്ടത് പെണ്ണിന് അങ്ങോട്ടാണ് മഹർ. അത് എത്രയോ ആവാം. മഹർ കൂടി വന്ന് പുരുഷന്മാർക്ക് പെണ്ണ് കെട്ടാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ മഹർ കൺട്രോൾ ചെയ്യണമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു പ്രഭാഷണം നടത്തി. പ്രഭാഷണം കഴിഞ്ഞ് അവർ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു, അല്ല പള്ളിയിൽ നിന്ന് ഇങ്ങനെ പ്രസംഗം കേട്ടല്ലോ, മഹർ ചുരുക്കണമെന്ന്. എന്തേ? കിന്താർ, ഒരു കൂമ്പാരം മഹർ കൊടുത്താലും അത് മഹറായി കൂടുമെന്ന എന്തേ ഖുർആനിലെ വചനം ഖലീഫത്തുൽ മുഅ്മിനീൻ മറന്നുപോയോ എന്ന് ആ സ്ത്രീ ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി, ഓടി വന്നു. പള്ളിയിൽ നിന്ന് പിരിഞ്ഞവരൊക്കെ പിന്നെയും വിളിച്ചു കൂട്ടി, വരി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പിന്നെയും കയറി മെഹ്റാബിൽ മിമ്പറിന്റെ ഉച്ചയിലെത്തിയിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ആ പെണ്ണ് പറഞ്ഞതാണ് ശരി, ഉമറിന് പിഴവ് പറ്റിയിരിക്കുന്നു. കിന്താറും മിനദ് ദഹബ് കൊടുത്താലും അത് മഹറാണ്, ഒരു കൂമ്പാരം സ്വർണം കൊടുത്താലും മഹറാണ്. പെണ്ണിന് അങ്ങനെ ഒരു അവകാശം ഇസ്ലാം അനുവദിച്ചു. പിന്നെ ഭർത്താവിൽ നിന്നുള്ള അനന്തരാവകാശം പെണ്ണിന് ലഭ്യമാണ്. അത് ആണിന് പെണ്ണിൽ നിന്നും കിട്ടും. പക്ഷെ പ്രശ്നം അതല്ല, സ്വന്തം വാപ്പയുടെ അനന്തരാവകാശം പോലും പെണ്ണിനില്ലാത്ത കാലത്താണ് അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഇസ്ലാമുമായിട്ട് വരുന്നതും പെണ്ണിന് ഭർത്താവിന്റെ സ്വത്തിൽ പോലും അനന്തരാവകാശം അനുവദിക്കുന്നതും. പിന്നെ ഈ രക്തത്തിന്റെ ജിനായാത്തിന്റെ ഒക്കെ സാക്ഷിത്വത്തിന് പെണ്ണ് വരണ്ട. ഇസ്ലാമിന്റെ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ
എറിഞ്ഞു കൊല്ലുമ്പോൾ, കൈ വെട്ടുമ്പോൾ പെണ്ണ് സാക്ഷിയാവണ്ടെന്ന് പ്രത്യേകം ഖുർആൻ പറഞ്ഞു, ഇസ്ലാം പറഞ്ഞു. അപ്രകാരം തന്നെ പെണ്ണിന് സാക്ഷിത്വം വഹിക്കാൻ കുറേ പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് അവരൊറ്റയ്ക്ക് സാക്ഷി വഹിക്കരുതെന്ന് ഇസ്ലാം പ്രഖ്യാപിച്ചു. അത് പെണ്ണിനെ അവഗണിച്ചിട്ടല്ല. അങ്ങനെ ചില വിമർശനങ്ങളുണ്ട്. ഒരു പെണ്ണ് സാക്ഷി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ വൈകാരികമായ താല്പര്യങ്ങൾ കൂടുതലുള്ള ആളുകളാണ്. ഇപ്പൊ കത്തികൾ ഊരിയിട്ട് കുത്തുന്ന് പറഞ്ഞിട്ട് ഒരു ചെങ്ങാതി വേറൊരുത്തന്റെ മേലെ ഓങ്ങുമ്പോഴേക്ക് പെണ്ണ് കണ്ണുപൊത്തി കരഞ്ഞിട്ടുണ്ടാവും, എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് കൃത്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ അവർ സാക്ഷി നിന്നാൽ ചിലപ്പോഴൊന്നും അത് 100% ശരിയായിക്കൊള്ളണമെന്നില്ല. ഓങ്ങിയത് അവർ കണ്ടിട്ടുണ്ടോ, കുത്തിയത് വേറൊരുത്തനായിരിക്കും ചിലപ്പോൾ, അത് അവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അവരുടെ ആർദ്രമായ മനസ്സ് പരിഗണിച്ച് അവരോട് ഈ പരിപാടിക്കൊന്നും വരണ്ടെന്ന് ഇസ്ലാം പറഞ്ഞു. അപ്രകാരം ജിഹാദിന് പെണ്ണ് വരരുതെന്ന് ഇസ്ലാം പറഞ്ഞു. ജിഹാദ് അത്ര മോശം പരിപാടിയൊന്നുമല്ല. രാഷ്ട്രങ്ങൾ ജിഹാദ് നടത്തേണ്ടി വരും, ഭരണകൂടങ്ങൾ ജിഹാദ് നടത്തേണ്ടി വരും. ഇസ്ലാമിലെ ഭരണം നിലനിൽക്കുന്ന സമയത്ത് രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജിഹാദ് വേണ്ടി വരും. അത് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും നടത്തുന്നതുമാണ്. എല്ലാ രാഷ്ട്രങ്ങളും, ഏകദേശം രാഷ്ട്രങ്ങളൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റിലെ പ്രധാന ഭാഗം നീക്കിവെക്കുന്നത് യുദ്ധായുധങ്ങൾ ശേഖരിക്കാനുമാണ്. യുദ്ധത്തിന് പെണ്ണ് വരേണ്ടതില്ലെന്ന് ഇസ്ലാം അവർക്കൊരു പ്രത്യേകമായ ആനുകൂല്യം നൽകി. എന്നല്ല, യുദ്ധത്തിന് നമ്മൾ പോകുമ്പോൾ പ്രതിപക്ഷത്ത് സ്ത്രീകളുണ്ടെങ്കിൽ അവരെ ആക്രമിക്കാതിരിക്കാൻ ശ്രമിക്കാൻ പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തു. അപ്പൊ ജിഹാദ് വേറൊരു ചർച്ചയാണ്. ഇസ്ലാം ജിഹാദ് അനുവദിച്ചോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമ്മൾ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. പുതിയ കാലത്തും പഴയ കാലത്തും അത് സംബന്ധമായി വിശദീകരിക്കുന്ന നല്ല ഗ്രന്ഥങ്ങളുണ്ട്. വേണമെങ്കിൽ തൽക്കാലം അതൊക്കെ ആശ്രയിക്കാം. നമ്മൾ ഒറ്റവാക്ക് പറയാം, ജിഹാദ് പലപ്പോഴും ചെയ്യേണ്ടി വരുന്നതാണ്. പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ഭരണകൂടം അതിന് നിർബന്ധിതരാവുകയും ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ പെണ്ണുങ്ങൾക്ക് അതിൽ നിന്ന് ഇസ്ലാം ഒഴിവ് കൊടുത്തു. അതേപ്രകാരം അവർക്ക് കാവല് നിൽക്കാൻ പറ്റും വിധത്തിലുള്ള ഒരു മഹറമായ ആളില്ലെങ്കിൽ ഹജ്ജ് നിർബന്ധമില്ലെന്ന് പെണ്ണിന് ഇസ്ലാം പ്രത്യേകമായ ഒരു ആനുകൂല്യം കൊടുത്തു. നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. മഹറമായ ആളില്ലെങ്കിൽ, അവരെ കാക്കാനും പോവാനും കൊണ്ടു നടക്കാനും പറ്റിയ ആളില്ലെങ്കിൽ ഹജ്ജ് അവർക്ക് നിർബന്ധമാകുന്നില്ല. അപ്രകാരം തന്നെ ഹൈദ് സന്ദർഭത്തിൽ ത്വലാഖ് ചെല്ലൽ ഹറാമാക്കി വെച്ചു. കാരണം അവരുടെ ഗർഭം ചിലപ്പോൾ കൂടിപ്പോകും, അവർക്ക് പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായിത്തീരും, അവരുടെ യുദ്ധക്കാലം കൂടിപ്പോകും. ഇങ്ങനെ കുറേ സംഭവങ്ങൾ അതിനെ തുടർന്ന് വരുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്തു. പുരുഷൻ യോഗ്യനല്ലെന്ന് ബോധ്യപ്പെട്ടാൽ പെണ്ണിന് ആ പുരുഷനിൽ നിന്ന് മോചനം നേടാനുള്ള വകുപ്പുകൾ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചു കൊടുത്തു. പിന്നെ വലിയനെ കൂടാതെ നിക്കാഹ് പാടില്ലെന്ന് ഇസ്ലാം പറഞ്ഞു. എന്തുകൊണ്ട്? പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവം നോക്കുമ്പോൾ, അവരുടെ ശരീര പ്രകൃതം നോക്കുമ്പോൾ ഇതൊക്കെ തീരുമാനിക്കാനും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുടെ സപ്പോർട്ട് വേണം. അല്ലെങ്കിൽ പലപ്പോഴും പെട്ടുപോകുന്ന പറഞ്ഞാൽ ഊരാകുരുക്കിൽ പെട്ടുപോകും. ഒരാളെ കുറിച്ചൊരു ഒരു കഥ, ഈടെ നടന്നൊരു വിവാഹത്തെ കുറിച്ചൊരു കഥ അദ്ദേഹത്തിന്റെ സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു. കരച്ചിൽ വരും. പണ്ട് മുതൽ അദ്ദേഹം 100 ചില്ലാൻ പവൻ ഏക മകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അയാൾക്ക് ആൺകുട്ടികളുമില്ല പെൺകുട്ടികളുമില്ല, അവളല്ലാതെ. അവർ ഗൾഫിൽ നിൽക്കുമ്പോൾ അങ്ങനെ പലപ്പോഴും സംസാരിക്കും. അത്രേ, നിങ്ങളുടെ ടീം പെണ്ണുങ്ങളുടെ വിദ്യാഭ്യാസം ആറാമാക്കി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം എപ്പോഴും സംസാരിക്കും. മോളെ കല്യാണത്തിന് വിളിച്ചപ്പോൾ, മോളെ കല്യാണത്തിന് പോയപ്പോൾ ഇയാളുണ്ട് ഒരു കീറി പറഞ്ഞ തുണിയും ഒരു ടീഷർട്ട് എടുത്ത് ആദ്യ രംഗത്തൊക്കെ അങ്ങനെ ഉണ്ട്. പിന്നെ നിക്കാഹിന്റെ സമയത്ത് അയാൾ മുങ്ങി വാപ്പനെ ഏൽപ്പിച്ചു. അങ്ങനെ വാപ്പനിക്ക് അയച്ചു കൊടുത്തു. ഇയാൾക്ക് ഭയങ്കര കൗതുകമായി കൂട്ടുകാരനെ. ഈ കൂട്ടുകാരെ അയാളെ ഫോൺ വിളിച്ചു, മോളെ നിക്കാഹിന്റെ സമയത്ത് നീ ഞങ്ങളുടെ മുങ്ങിയത് എവിടെ നിന്ന് വെച്ചിട്ട്. അത്ര തന്നെ അരച്ച നടത്തട്ടെ, ഞാൻ അതിലൊന്നുമില്ല. അപ്പോൾ ഇയാൾ വെച്ചു, എന്ത് പരിപാടി, ആകെ മോളല്ലോ നീ, നമ്മൾ ഗൾഫിലുള്ള കാലം മുതൽ അവൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ. ഒക്കെ ശരിയാണ്, ആ 100 പവനിൽ 1 പവൻ പോലും ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? പണ്ടൊക്കെ നീ പറഞ്ഞതാ ശരിയെന്ന് എനിക്ക് ബോധ്യം. ഇപ്പൊ തൽക്കാലം മതിയാണ്, അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്നാണ്. കഥയുടെ ബാക്കിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ പെണ്ണൊരു ചെക്കനെ പരിചയപ്പെട്ടു. അവൻ തനി ഫ്രോഡാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. വേറെ ആരായാലും കുഴപ്പമില്ല, ഇവനാൻ കെട്ടിച്ചേരില്ല എന്ന് പറഞ്ഞു. എനിക്ക് അത് മതി, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു ഇവളും പറഞ്ഞു. ചിലർക്കാരെ കണ്ടി സാഹസിൽ ഞാൻ തിരൂരിലുള്ള ചിലർക്കാരനോട് കച്ചവടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ മോശമാണെന്ന് പറഞ്ഞു. നല്ല വില കൂടിയിട്ടായിരിക്കുമല്ലേ ഞാൻ ചോദിച്ചപ്പോൾ വില കൂടിയിട്ടല്ല, ഇപ്പോൾ പെൺകുട്ടിയും ആൺകുട്ടിയും ചേർന്ന് കല്യാണം ഉറപ്പിക്കുകയാണ്. ഇതിലേക്ക് സ്വർണ്ണത്തിനൊരു ഒരു സാധ്യതയും വരുന്നില്ല. പെൺകുട്ടിയും ആൺകുട്ടിയും ചേർന്ന് കല്യാണം ഉറപ്പിക്കുകയാണ്. അത് സഹകരിച്ചു കൊടുത്താൽ ഔദ്യോഗിക കല്യാണം നടക്കും, അതല്ലെങ്കിൽ അനൗദ്യോഗികമായിട്ട് അവർ കൊണ്ടുപോകും. അപ്പോൾ സ്വർണ്ണം ഒരു സന്തോഷത്തിലൊക്കെ കൊടുത്തു വിടുന്നതല്ലേ, അതിൻ്റെ ഒരു സംഗതിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞ കഥയിൽ 100 ചില്ലാൻ പവൻ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പൊടി പോലും കൊടുത്തില്ല. അവൾ എങ്ങനെ പോയി തുറഞ്ഞു വരട്ടെ എന്നാണ് വാപ്പയുടെ അഭിപ്രായം. അപ്പൊ വലിയ നിശ്ചയിച്ചതാവണം പെണ്ണിന്റെ വിവാഹം. അപ്പൊ സ്വന്തത്തെക്കാളും മകളെ സ്നേഹിക്കുന്ന ഒരു പിതാവിനാണ് ഇവൾക്ക് സ്യൂട്ടബിളായ ഭർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുക. അതങ്ങനെ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇന്ന് കാണുമ്പോൾ പെണ്ണുങ്ങൾ ചെവി കൊണ്ട് പ്രേമിക്കുന്നു എന്നാണ് ഒരു ആപ്തവാക്യം. ആണുങ്ങൾ കണ്ടുകൊണ്ടും. കാണുമ്പോഴേക്ക് ആകൃഷ്ടരാകുന്നു ആണുങ്ങൾ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്ക്. നേരെ മറിച്ച് പെണ്ണുങ്ങളോ കേട്ടാൽ മതി, ജസ്റ്റ് ഫോൺ വന്നാൽ മതി, ആ ഫോണിൽ എന്തെങ്കിലും ഒരു ശൃംഗാരം തോന്നിയാൽ മതി, അപ്പോഴേക്കും വാപ്പനേക്കാൾ, സ്വന്തം മാങ്ങളേക്കാൾ, ഓളെ കണ്ടില്ലെങ്കിൽ വിഷമിക്കുന്ന അനുജനേക്കാൾ, ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വല്ലാതെ വിഷമമുണ്ടാകുന്ന അനുജനേക്കാൾ ഇവനങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ അവൻ വിളിക്കാൻ കാത്തിരിക്കണം ഇറങ്ങാൻ. ഭാവി ജീവിതം എന്തൊക്കെ അതൊന്നും അറിയില്ലേ. നിരവധിയായ റിപ്പോർട്ടുകളുണ്ട് ഇത് സംബന്ധമായി. ഭാവി ജീവിതം നശിക്കാനാണ് ഇത്തരം സംഗതികൾ ഉള്ളത്. അവിടെയാണ് ഇസ്ലാം വലിയനെ കൊണ്ട് കല്യാണം കഴിക്കുന്നതിന്റെ പ്രസക്തി വരുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് പ്രത്യേകമായി അനുവദിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടാണ് പെണ്ണ് അവളുടെ വീട്ടിന്റെ ഭരണാധികാരിയാണെന്ന് ഇസ്ലാം പറയുന്നത്. ഈയിടെ വരുന്ന സിനിമകളൊക്കെ ഏകദേശം 20 കൊല്ലമായിട്ട്, എനിക്കൊന്നും അറിയില്ല കേട്ടോ, അസംബന്ധമായി വായിച്ച പരിചയം വെച്ച് മാത്രം ഞാൻ പറയാം. 20 വർഷമായി കേരളത്തിൽ ഇറങ്ങുന്ന സിനിമകളൊക്കെ കുടുംബ ബന്ധത്തെ തകർക്കാനുള്ള പ്രമേയങ്ങളാണ് അത്ര ചർച്ച ചെയ്യുന്നത്. കുടുംബബന്ധം തകർക്കണം. വിവിധ സിനിമകൾ ആ തെരായിയായി നമ്മൾ വായിച്ചിടങ്ങളിലൊക്കെ ഉണ്ട്.
ഏറ്റവും ലാസ്റ്റ് കേരളത്തിൽ വിവാദമായ ഒരു സിനിമ ഉണ്ടായി. അത് ആണും തമ്മിലുള്ള ഗേ ലൈംഗിക ബന്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. ചില ക്രിസ്ത്യൻ സംഘടനകളൊക്കെ അതിനെതിരെ പ്രതിഷേധമായിട്ട് വന്നു. എന്തുകൊണ്ട്? ഈ ഗേ ആയിട്ടുള്ള പുരുഷൻ, ഗേ ആയിട്ട് അതിൽ അഭിനയിച്ച പുരുഷന്റെ സിനിമയിലെ പേര് ഒരു ക്രിസ്ത്യാനി പേരായിരുന്നു എന്നാണ്. അപ്പൊ ആ ക്രിസ്ത്യാനി പേരുള്ള ഒരാൾക്ക് അത് അഭിനയിക്കാൻ പറ്റൂല, അത് അഭിനയിച്ചാൽ ഞങ്ങൾക്ക് വലിയ മോശമാണ് എന്ന് പറഞ്ഞ് അവർ സമരം ചെയ്തു. അവരുടെ സമരം എത്രമാത്രം ആത്മാർത്ഥാണെന്നുള്ളത് വേറൊരു കഥ. കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രസിദ്ധനാകുന്ന മാർപ്പാപ്പ ഇത്തരം ലെസ്ബിയൻ ഗേ വിവാഹങ്ങൾ അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ആണിനെ കെട്ടുന്നതും പെണ്ണിനെ കെട്ടുന്നതും അനുവദിക്കണമെന്നും ബിഷപ്പുമാരും പള്ളിയിലെ അച്ഛന്മാരും ഒക്കെ അത്തരം വിവാഹങ്ങളിൽ പങ്കെടുത്തവരെ അനുഗ്രഹിക്കണമെന്നും വിവാഹ കുർബാന നടത്തി കൊടുക്കണമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കണം. അത് ഏകദേശം 3 കൊല്ലമായി ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു. പക്ഷെ ചില കർദിനാൾമാരൊക്കെ എതിർത്തത് കാരണം അദ്ദേഹത്തിന് ഇതുവരെ അത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അദ്ദേഹം അത് ഈയിടെ പ്രഖ്യാപിച്ചു. ഞാൻ ബൈബിളൊന്നും വായിക്കുന്നില്ല. പെണ്ണിനെ പോലെ പുരുഷനോടൊപ്പം ശയിക്കപ്പെട്ടവൻ വധാർഹനാണ് എന്നുള്ള ബൈബിളൊക്കെ മുമ്പിലുണ്ട്, ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്നും വായിക്കുന്നില്ല. ബൈബിൾ അങ്ങനെ ഉണ്ടാകുമ്പോഴും ഈ ലിബറലിസം കയറി മേഞ്ഞിട്ട് ആ നിയമങ്ങളൊക്കെ അവിടെ ഇട്ട് പൂട്ടി വെക്കാന്നല്ലാതെ നടപ്പിലാക്കാൻ ചില വൈമനുഷ്യങ്ങൾ അവർക്ക് കാണുന്നുണ്ട്. അതവരുടെ കാര്യം. അപ്പൊ കേരളത്തിൽ ഈയിടെ നടന്നു വല്ലാതെ ചർച്ചയായ ഒരു സിനിമയിൽ ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധവും സെക്സുമാണ് ചർച്ച ചെയ്തത്. കുടുംബ ബന്ധത്തെ തകർക്കുന്ന രീതിയിലാണ് സിനിമകളൊക്കെ സംവിധാനിക്കപ്പെടുന്നത്. അത്രേ. അതെന്തുകൊണ്ടെന്ന് അറിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് പെണ്ണിനെ ചാടിച്ചുകൊണ്ട് പോകുന്നത്, അതിന്റെ ഭാഗമായിട്ടാണ് ഭാര്യയെ ചാടിച്ചുകൊണ്ട് പോകുന്നത്, അതിന്റെ ഭാഗമായിട്ടാണ് കുടുംബ ബന്ധത്തിന് ഒരു പ്രസക്തിയുമില്ലാത്ത പ്രമേയങ്ങൾ തുടർച്ചയായി സിനിമകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ മനുഷ്യന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കുടുംബം ഉണ്ടായേ പറ്റുള്ളൂ. കുടുംബം തീർച്ചയായും നിർബന്ധമാണ്. ഈ കുടുംബത്തിന് പകരം പെണ്ണുങ്ങളോടൊക്കെ അവർ മാടി വിളിച്ചിട്ട് കൊണ്ടുപോകുന്ന ചില ലൈംഗിക രീതികളുണ്ട്. ലിവിങ് ടുഗദർ. ഒന്ന്, ഇഷ്ടമുള്ള കാലം ഒരു പെണ്ണിനോടൊപ്പം ജീവിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാലം ഒരു ആണിനോടൊപ്പം ജീവിക്കുക. അത് കഴിഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട് പോകുക. നമ്മൾ ആലോചിച്ച് നോക്ക്, ഇതിന്റെ ഉപോൽപ്പന്നമായി ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം ആര് നിർവഹിക്കും? ഈ പെണ്ണിന്റെ തലയിൽ പെടുന്നു. അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ വളർത്താം, അല്ലെങ്കിൽ കൊല്ലാം. അതുകൊണ്ടാണ് ഈയിടെ തിരുവനന്തപുരത്ത് ഫ്ളാറ്റിൽ നിന്ന് പ്രസവിച്ച ഉടനെയുള്ള കുട്ടിയെ പാർസൽ വന്ന കവറിലിട്ടിട്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ പാഴ്സൽ കവറിലാക്കിയിട്ട് പുറത്തേക്ക് 6 നില ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് എറിയുന്നു. ശുചീകരണ തൊഴിലാളികൾ കണ്ടെത്തുന്നു. എന്തേ? ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുമ്പോൾ ഗർഭമുണ്ടായി കഴിഞ്ഞാൽ ഒന്നുകിൽ അത് അബോർഷൻ ചെയ്യാം, അവിടെ തന്നെ വെച്ച് ജ്യൂസ് അടിച്ച് കളയാം. DNC എന്നൊക്കെ പറഞ്ഞ സംഗതി ഉണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചയാൾ കമ്പ്യൂട്ടറൊക്കെ വന്ന് DNC ചെയ്തതിന് ശേഷം ഇനി അത് ചെയ്യൂല എന്ന് പറഞ്ഞു എന്നാണ്. കത്രിക ഇട്ടിട്ട് ഭ്രൂണത്തിന്റെ ഓരോ ഭാഗവും കഷ്ണിച്ച് പുറത്തെടുക്കുന്ന രീതി. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് നിർബന്ധമായൊക്കെ ചെയ്യേണ്ടി വന്നാൽ അതേക്കുറിച്ച് ഞാനിപ്പോൾ മസലൊന്നും പറയണില്ല. നേരെ മറിച്ച് അവിഹിതമായി ഇങ്ങനെ നടന്നിട്ട് ഈ സംഗതികൾ ഉണ്ടാകുമ്പോൾ സ്വകാര്യമായി ഇത്തരം ചില ക്ലിനിക്കുകളൊക്കെ വെച്ചിട്ട് ഇത് മുറിച്ചെടുത്ത് കളയാൻ. കുട്ടിയുടെ ഏത് ഭാഗത്താണ് ആദ്യം എത്തുന്നത് അവിടെ വെച്ചിട്ട് മുറിച്ചെടുക്കുമല്ലോ. കുട്ടിയുടെ മറ്റു ഭാഗങ്ങൾ വേദന കൊണ്ട് പുളയുന്നു. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഒരു കുടുംബത്തിനാണ്, ഔദ്യോഗിക വിവാഹത്തിലാണ് ഗർഭം ധരിക്കണതെങ്കിൽ ആ കുടുംബത്തിൽ മൊത്തം ആഹ്ലാദമായിരിക്കും. അവർ കാത്തുകാത്തിരിക്കായിരിക്കും. ആ പെണ്ണിനെ പരിചരിക്കാൻ ആളുകൾ മത്സരമായിരിക്കും. ഭർത്താവിന് പ്രത്യേകമായി ഇഷ്ടം അവളോട് തോന്നി തുടങ്ങും. അതുവരെയുള്ള ഇഷ്ടത്തേക്കാൾ കൂടുതൽ തോന്നും. ഭർത്താവിന്റെ വീട്ടുകാർ അവളോട് നന്നായിട്ട് ആർദ്രതയിൽ ഇടപെടും. അതിന്റെ ഭാഗമായിട്ടാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്ന പള്ള കാണാൻ പോകലൊക്കെ. പള്ളൊന്നും കാണൂല. ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതിന് അവൾ ഇഷ്ടപ്പെടുന്ന പലഹാരങ്ങളും മറ്റൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ചെല്ലാൻ അന്നത്തെ ദിവസം സന്തോഷത്തിൽ അവർ നിൽക്കുകയാണ്. ഇവളോടൊപ്പം തമാശ പറഞ്ഞ് വർത്താനം പറഞ്ഞ് അവളെ മനസ്സിന് വലിയൊരു ആശ്വാസം കൊടുത്തു പോരാണ്. ഇതങ്ങനെയല്ല. എങ്ങനെയാണ് ഇതിനെ നശിപ്പിക്കുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അറേബ്യൻ കാട്ടാളന്മാർ പെൺകുട്ടികൾക്ക് ജനിക്കാൻ സമ്മതം നൽകിയെങ്കിൽ ജനിക്കുന്നതിന്റെ മുമ്പ് കൊന്നുകളയുന്നു പെണ്ണിനെയും ആണിനെയും ആധുനിക കാട്ടാളന്മാർ. ഇതാണ് കണ്ടുവരുന്നത്. എന്തുകൊണ്ട്? ലിവിങ് ടുഗദർ. ഇതെനിക്കൊരു ബാധ്യതയാകും, സംരക്ഷിക്കാൻ ആളില്ല. അയാൾക്ക് ഇഷ്ടമുള്ളിടത്ത് അയാൾ ഇനിയും പോകും, മാറിക്കളിച്ചുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ആണും പെണ്ണും ഒക്കെ ആയിട്ട് സെക്സ് നടത്തി ജീവിക്കണം. മറ്റൊരു പരിഹാരം. അതിന്റെ ആരോഗ്യ വിഷയങ്ങൾ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതരും എയ്ഡ്സ് പ്രചരിപ്പിക്കുന്നവരും ഈ ടീമാണ്. ഏറ്റവും കൂടുതൽ ഗുദാർഭതം ഉണ്ടാകുന്നത് ഗേകൾക്കാണ്. ഏറ്റവും പുതിയ പഠനം അനുസരിച്ച് 16 രാഷ്ട്രങ്ങളിൽ മങ്കി പോക്സ് എന്ന് പറയുന്ന കുരങ്ങു വസൂരി സ്ഥിരീകരിച്ചതിൽ 98% ഗേകളായിരുന്നു, അല്ലെങ്കിൽ ബൈസെക്ഷനുകളായിരുന്നു. ഇത് ചില്ലറ കഥല്ല, അന്തമുട്ട് പറയല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തിറക്കിയ കണക്കിന്റെ മുന്നിലുണ്ട്. കുരങ്ങു വസൂരി എന്ന് പറയുന്ന മാരകമായ രോഗം, അത് പിടിപെട്ട 16 രാഷ്ട്രങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ ഏറ്റവും കൂടുതൽ 98% ഗേകളായിരുന്നു. ആണും ഇങ്ങനെ കല്യാണം കഴിച്ച് നടക്കുന്നവരായിരുന്നു. 1965 അമേരിക്കയിലെ കാലിഫോർണിയയിൽ ആദ്യമായി എയ്ഡ്സ് എന്ന രോഗം കണ്ടുപിടിക്കുന്നത്. ആ എയ്ഡ്സ് രോഗം കണ്ടുപിടിച്ചത് 5 ഗേകളിലായിരുന്നു. 5 ഗേകളിലായിരുന്നു. അമേരിക്ക എത്ര ബൗദ്ധികമായി പുരോഗതി പ്രാപിച്ച നാടാണ്. അവിടെയുള്ള എയ്ഡ്സ് രോഗികളിൽ 78% ഗേകളാണ്. അവിടെയുള്ള എയ്ഡ്സ് രോഗികൾ 78% ഗേകളാണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അമേരിക്കൻ ജനതയിൽ 2% മാത്രമാണ് ഗേകളാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവർ. എന്ന് വെച്ചാൽ
അമേരിക്കയിലെ ആകെ എയ്ഡ്സ് രോഗികളിൽ 78% 2% വരുന്ന അമേരിക്കൻ ജനങ്ങളാകുന്ന ഗേകളിൽ നിന്ന് വരുന്നു. എത്ര മാരകാണിത്! കുറച്ചുകൂടെ ചീഞ്ഞളിഞ്ഞ കഥകളുണ്ട്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരം സാൻ ഫ്രാൻസിസ്കോ, അത് ഗേകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നു. ഗേകളുടെ തലസ്ഥാനം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഗേകൾ ഉള്ളത്. ആണും കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുള്ളത്. അവിടെയുള്ള പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു അധ്വാനം ഡയപ്പർ സംസ്കരിക്കാനാണ്. ഡയപ്പർ സംസ്കരിക്കാൻ. എന്തിന്? അള്ളാഹു നിശ്ചയിച്ച രീതിയിലല്ലാതെ അവരുടെ വിസർജന ഭാഗത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന്റെ നൈസർഗികത നഷ്ടപ്പെടുന്നു. പിന്നെ അറിയാതെ ലീക്കായിക്കൊണ്ടേയിരിക്കും. അത് കാരണം പുറത്തിറങ്ങണമെങ്കിൽ അവരിത്തരം സംവിധാനങ്ങൾ ഡയപ്പർ കെട്ടിയിരിക്കണം. ഈ സാധനം മാലിന്യം എന്ന് പറയുമ്പോൾ അവർ ഉപേക്ഷിക്കും അവിടെയും ഇവിടെയും. ഇത് സംസ്കരിക്കാനാണത്രേ ആ നാട്ടിലെ പ്രാദേശിക ഭരണകൂടം കൂടുതലായി അധ്വാനിക്കുന്നത്. ഇതാണ് ഒരു പരിഹാരം കുടുംബജീവിതത്തിന്. കുടുംബജീവിതം വേണ്ടാന്നുള്ളതിന് പിന്നെ വെക്കാനുള്ള ഒരു പരിഹാരമാണ് ആണും പെണ്ണുമായിട്ട് ജീവിക്കുക എന്നുള്ളത്. അതിന്റെ വളരെ നേരിയ ചില സൈഡ് എഫക്റ്റുകളാണ് ഞാൻ പറയുന്നത്. ഉദാർബുദം കൂടുതലായി ഉണ്ടാവുന്നു. ഇതൊരിക്കലും നൈസർഗികമല്ല, പ്രകൃതിപരമല്ല. ആ ഒരു ഭാഗത്തെ അള്ളാഹു ഇതിന് സൃഷ്ടിച്ചിട്ടേ ഇല്ല. ഇങ്ങോട്ട് വേസ്റ്റ് പോരാനല്ലാതെ അങ്ങോട്ടൊന്നും പ്രവേശിക്കാൻ പാടില്ലാത്ത വിധമാണ് അതിന്റെ സംവിധാനം. അതുകൊണ്ട് ഗംഭീരമായി അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തൂന ദുഃഖറാൻ എന്ന് ഖുർആൻ ചോദിക്കുന്നത്. നിങ്ങൾ ലൈംഗിക മോഹം തീർക്കാൻ ആണുങ്ങളെ സമീപിക്കുന്നു എന്ന്. യൂത്ത് നബിയുടെ സമൂഹത്തെ കീഴ്മേൽ ഭൂമിയെ മറിച്ചിട്ട് അള്ളാഹു നശിപ്പിക്കാനുള്ള കാരണം ഈ ഒരു വൃത്തികേടായിരുന്നു. അപ്പൊ കുടുംബജീവിതത്തെ തകർക്കണം. നമുക്കറിയാലോ, ഫെമിനിസ്റ്റ് ഒക്കെ അതിനുവേണ്ടിയാണ് രൂപപ്പെട്ടത്. പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ന്യായം പറഞ്ഞ് പീഡിപ്പിക്കാനുള്ള കാരണം കുടുംബബന്ധമാണെന്നും പറഞ്ഞ് കുടുംബബന്ധം ഒഴിവാക്കണമെങ്കിൽ കല്യാണം ഉപേക്ഷിക്കണം എന്നും പറഞ്ഞിട്ട് പെണ്ണുങ്ങളൊക്കെ അവർ പുറത്തിറക്കി സമരം ചെയ്തു. ഞങ്ങൾ കൊള്ളാമെന്നും പറഞ്ഞിട്ട് റാഡിക്കൽ ഫെമിനിസ്റ്റ് ഒക്കെ ഉണ്ട്. അള്ളാഹു എവിടെ വിശദീകരിക്കാൻ പറ്റൂല അവരുടെ നിയമ സംവിധാനങ്ങൾ. സെക്സിൽ പോലും ഈക്വാലിറ്റി വേണമെന്ന് അവർ പറയുന്നു. സെക്സിന്റെ പൊസിഷനിൽ പോലും ഈക്വാലിറ്റി വേണമെന്ന് അവർ പറയുന്നു. കുടുംബബന്ധത്തെ തകർക്കാനാണത്രേ പുതിയ കാലത്ത് ഇറങ്ങുന്ന എല്ലാ സിനിമകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഛിദ്രത കൂടുന്നു, ചാടിപ്പോക്ക് കൂടുന്നു, തോരാ കണ്ണീരുമായി മാതാപിതാക്കൾ കാത്തിരിക്കുന്നു. മുസ്ലിങ്ങൾ ലവ് ജിഹാദ് നടത്തുക എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നതിനിടയിൽ മറന്നുപോകുന്ന ഇത്തരം യാഥാർത്ഥ്യങ്ങളുണ്ട്. അന്യപെണ്ണിനെ നോക്കാൻ പാടില്ലെന്ന് കർക്കശമായി പറഞ്ഞ മതം ഇസ്ലാം. അന്യപെണ്ണിനോട് സല്ലപിക്കാൻ പാടില്ലെന്ന്, അന്യപെണ്ണിനോടൊപ്പം യാത്ര പോകാൻ പാടില്ലെന്ന്, ഒരിടത്ത് ഒരുമിച്ച് കൂടാൻ പാടില്ലെന്ന്, പാട്ടുകാരൻ ഏതൊക്കെ രീതിയിൽ പാടി പറഞ്ഞാലും ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് പോരാൻ പാടില്ലെന്ന് കൃത്യമായി നിഷ്കർഷ വെക്കുന്ന മതം എങ്ങനെയാണ് ലവ് ജിഹാദ് നടത്തിയിട്ട് ഒരു അന്യപെണ്ണിനെ ചാടിച്ചുകൊണ്ട് പോരുന്നത്? പെണ്ണിനെ കാണാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടില്ല, ഒന്നിച്ചിരിക്കാൻ പാടില്ല. അത് കൃത്യമായി പറയുന്ന കഠിനമായ ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്ന മതം എങ്ങനെയാണ് അന്യ മതത്തിൽപ്പെട്ടതോ ഈ മതത്തിൽപ്പെട്ടതോ ആയ ഒരു പെണ്ണിനോട് ശൃംഗരിക്കാനും സല്ലപിക്കാനും പ്രണയിക്കാനും പ്രേമിക്കാനും കിഡ്നാപ്പ് ചെയ്യാനും പറയുന്നത്? അതൊരിക്കലും സാധ്യമല്ല. വ്യാപകമായി അങ്ങനെ ചാടിപ്പോകുന്നുണ്ടെന്ന് ഏതെങ്കിലും സൊസൈറ്റിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മക്കളെ സിനിമ കാണുന്നത് നിർത്തണം. പുതിയ കാല സിനിമകളിലൊക്കെ പ്രമേയം വന്നത് അതാണത്രേ. ഏതെങ്കിലും രീതിയിൽ ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് പോരണം. ആദ്യഘട്ടത്തിലൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും പിന്നീട് അവരുമായി നല്ല മനോഹരമായ ജീവിതം നയിക്കുന്നത് അഭ്രപാളിയിൽ വരുന്നു. അഭ്രപാളിക്കപ്പുറം നടക്കുന്ന ചീഞ്ഞളിഞ്ഞ കഥകൾ സമൂഹം ചർച്ച ചെയ്യുമ്പോൾ ഇത് ഉള്ളിലും പുറത്തും ഇങ്ങനെ തന്നെയാണെന്നും ഇതുവഴി സമൂഹത്തിന് കിട്ടുന്ന മെസ്സേജ് ഇതാണെന്നും നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പിന്നാലെ ഏതെങ്കിലും വൃത്തികെട്ടം ചിന്തയും വെച്ചിട്ട് ലവ് ജിഹാദ് എന്നും പറഞ്ഞു പോലെയല്ല വേണ്ടത്. പല വിധത്തിലുള്ള അന്വേഷണങ്ങളുണ്ടായി, പല വിധത്തിലുള്ള പോലീസ് അന്വേഷണങ്ങൾ നടന്നു. ക്രൈംബ്രാഞ്ച്, CBI, അങ്ങനെ വലിയ വലിയ തലത്തിലുള്ള പോലീസുമാരൊക്കെ എല്ലാവരും പ്രഖ്യാപിച്ചതും എല്ലാവരും റിപ്പോർട്ട് കൊടുത്തതും ലവ് ജിഹാദ് എന്ന് പറയുന്ന പരിപാടി കേരളത്തിലില്ല എന്നാണ്. എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും. ഇടവകകളുടെ വിശുദ്ധി പോലും മാനിക്കാതെ പച്ചക്കള്ളം ഇടയലേഖനങ്ങൾ ഇറക്കും. അവരുടെ മാഗസിനുകളിലും അവരുടെ സോഷ്യൽ പ്രസിദ്ധീകരണങ്ങളിലും സോഷ്യൽ മീഡിയ പ്രസിദ്ധീകരണങ്ങളിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കുടുംബബന്ധം തകർക്കുന്ന ഈ രീതി മാത്രമല്ല, കേരളത്തിൽ നടന്ന ഒട്ടുമിക്ക കൊലപാതകങ്ങൾക്കും സിനിമ കാരണമാകുന്നു. പേരെടുത്ത് തന്നെ പറയാൻ ഞാൻ പലപ്പോഴും പേപ്പറിൽ നമ്മൾ വായിച്ചതാണ്. ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം നിരവധിയായ കൊലപാതകങ്ങൾക്ക് അതാണ് കാരണമായത്. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള രൂപം സ്വീകരിച്ചാണ് കൊല നടത്തിയത്. മദ്യപാനം വർദ്ധിക്കുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക ചുതിയുടെയും കാരണം മദ്യവും മയക്കുമരുന്നാണ്. കേരളം ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന നാടാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മദ്യപാനമാണ്. ഹാർട്ട് അറ്റാക്ക് മുതൽ പിടിച്ച് വിവിധങ്ങളായ രോഗങ്ങൾ മദ്യപാനിയെ ബാധിക്കുന്നു. മദ്യപാനത്തിന് അപ്പുറത്തേക്ക് മയക്കുമരുന്നുകളിലേക്ക് കയറുമ്പോൾ ആ മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതെയാകുന്നു, നഷ്ടപ്പെടുന്നു. ഇതിന് പ്രേരണ നൽകുന്നത് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണമെന്ന് സിനിമ പറയുന്നത്, അല്ലെങ്കിൽ മദ്യത്തിൽ അഭയം തേടണമെന്ന് പറയുന്നു. വസ്ത്രത്തിലും വേഷത്തിലും ഹെയർ സ്റ്റൈലിലും വരെ സിനിമാ താരത്തെ അനുകരിക്കുന്ന ചെറുപ്പക്കാരൻ ടെൻഷൻ ഉണ്ടാകുമ്പോൾ കള്ളുടിക്കുന്നതിനായിട്ട് അവനെ മാറ്റി നിർത്തൂല. വൃത്തികെട്ടൊരു വേഷം ഒരു പെണ്ണ് സിനിമയിൽ ഇറക്കി കഴിഞ്ഞാൽ അവളുടെ ഏകദേശം ഭാഗങ്ങളൊക്കെ പുറത്ത് കാണിച്ചാൽ അതങ്ങനെ അനുകരിക്കാൻ പെൺകുട്ടികൾ വരി നിൽക്കുന്ന കാലത്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ കള്ളു കുടിക്കണം, അല്ലെങ്കിൽ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യണം എന്ന് സിനിമാ നടി പഠിപ്പിക്കുന്നത് ഇത് കേവലം അഭിനയമാണെന്ന ബോധത്തിൽ നിന്ന് മാറിയിട്ട് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടം തിന്മകൾ ഇത് സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകാടിസ്ഥാനത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ പെണ്ണ് മര്യാദക്ക് വീട്ടിലിരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അവൾക്ക് പഠിക്കാൻ പോകാം കൃത്യമായ രീതിയിൽ, ആടാനല്ല പാടാനല്ല, ലവടിച്ച് നടക്കാനല്ല, മരം ചുറ്റി പ്രണയിക്കാനല്ല, അന്യമതക്കാരും അല്ലാത്തവരുമായ സ്വന്തം മതക്കാരുമാകുന്ന
ഏതെങ്കിലും സഹപാഠിക്കോ സീനിയർ വിദ്യാർത്ഥിക്കോ വേണ്ടി ശരീരം സമർപ്പിക്കാനല്ല, മുണ്ടയിക്കാനല്ല, അവർക്ക് തലവെച്ച് കൊടുക്കാൻ കടക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മടി നിവർത്തി വെക്കാനല്ല. ചില ക്യാമ്പസുകളിൽ നടക്കുന്ന രീതികളെ കുറിച്ച് ആ ക്യാമ്പസിൽ തന്നെയുള്ള ധർമ്മനിഷ്ഠരായ വിദ്യാർത്ഥികൾ ഫേസ്ബുക്കിൽ എഴുതിയതാണ് ഞാൻ പറഞ്ഞത്. പല ക്യാമ്പസുകളിലും രാത്രികളിലും പകലുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും പോകാം, വരാം, ഒന്നിച്ചിരിക്കാം, ഉറങ്ങാം. ചില ക്യാമ്പസുകൾ അതിനൊരു നിയന്ത്രണം കൊണ്ടുവന്നു. 10 മണിക്ക് ശേഷം പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് ആൺകുട്ടികൾക്ക് പോകാൻ പറ്റില്ല എന്ന്. അപ്പോ പെൺകുട്ടിക്ക് ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് പോകാവോ? അത് വെച്ചു. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ, ഇരുട്ടായി കഴിഞ്ഞാൽ എല്ലാവരും ഉള്ളിലെത്തണം എന്ന രീതിയിൽ ഒരു നിയമം കൊണ്ടുവന്നു. സമരം ചെയ്ത് പൊളിച്ചു കളഞ്ഞു. അത് സമരം ചെയ്ത് പൊളിച്ചു കളഞ്ഞു. ഇതിനല്ല, പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി സുരക്ഷിതമായ രീതിയിൽ അവർക്ക് പോകാം. ജോലി ചെയ്തേ ജീവിക്കാൻ പറ്റൂ എങ്കിൽ നിർബന്ധമായും പെണ്ണ് ജോലിക്ക് പോകാം. മക്കളെ പോറ്റാൻ വേറെ സംവിധാനങ്ങളില്ലെങ്കിൽ സമൂഹത്തിൽ അവർ ചെയ്താൽ മാത്രം വൃത്തിയായി നടക്കുന്ന ജോലികൾ, ഉദാഹരണമായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റ്, അതിന് ആൺ ഗൈനക്കോളജിസ്റ്റ് അല്ല, ഏറ്റവും നല്ലത് വിദഗ്ധയായ സ്ത്രീ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാവണം. സമൂഹത്തിൽ അത് നിർബന്ധമാണ്. അവർക്ക് ഡോക്ടറേറ്റ് പഠിക്കാം, MBBS കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറം പഠിക്കാം, സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകാം. അപ്പോഴൊക്കെയും ദീനും ഹിജാബും ഔറത്തും അന്യപുരുഷന്മാരുമായുള്ള മിംഗ്ലിങ്ങും അവർ സൂക്ഷിച്ചിരിക്കണം. പരമാവധി സൂക്ഷിക്കണം എന്നല്ല, പരമാവധി സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് പറ്റുന്നതാണ്, തീരെ പറ്റൂല. പെണ്ണ് വീട്ടിന്റെ ഐശ്വര്യമായി നിൽക്കണം, പെണ്ണ് വീട്ടിന്റെ ഐശ്വര്യമായി നിൽക്കണം. കാരണം അധ്വാനിക്കാൻ എന്തായാലും ശാരീരികമായും മാനസികമായും കൂടുതൽ യോഗ്യൻ പുരുഷൻ തന്നെയാണ്, ഒരു തർക്കമല്ല അതിൽ. അതുകൊണ്ടാണല്ലോ ഏതെങ്കിലും ഒരു പെണ്ണ് ക്രെയിൻ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് പേപ്പറിൽ റിപ്പോർട്ട് വരുന്നത്. പുരുഷന്മാർ ക്രെയിനോ JCB ഒക്കെ ഓടിക്കുന്നത് പേപ്പർ കൊടുക്കാൻ വിചാരിച്ചാൽ 10-20 പേജിൽ ഇറങ്ങുന്ന പേപ്പറിൽ വേറെ എന്തെങ്കിലും വാർത്ത കൊടുക്കാൻ പറ്റുമോ? ഫുൾ ഓരോ JCB പുരുഷന്മാർ ഓടിക്കുന്നത് കൊടുക്കേണ്ടി വരും. തെങ്ങിൽ പെണ്ണ് കയറിയിട്ടുണ്ടെങ്കിൽ അത് വാർത്താകുന്നത് എന്തുകൊണ്ടാണ്? അതൊരു അപൂർവ സംഭവമായതുകൊണ്ടാണ്. അപ്പൊ ജോലി ചെയ്യാൻ എന്തായാലും യോഗ്യൻ പുരുഷനാണ്. അത് പെണ്ണ് പറ്റിച്ചതുകൊണ്ട് പെണ്ണിനെ ശപിച്ചതൊന്നുമല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ആ കൺസെപ്റ്റ് ഒന്നും ഇസ്ലാമിലില്ല. പെണ്ണ് ആപ്പിൾ എടുത്ത് കൊടുത്തുകൊണ്ട് പെണ്ണ് പറ്റിച്ചതുകൊണ്ട് പെണ്ണിന് അങ്ങനെ ഒരു അവസ്ഥ വരുത്തി, അവൾക്ക് വേദനാപൂർണ്ണമായ പ്രസവം കൊടുത്തു, ഗർഭം കൊടുത്തു, കുഞ്ഞുങ്ങളെ മേക്കൽ കൊടുത്തു, ഇതൊന്നുമല്ല. ഒരാൾ അങ്ങനെ ആവണം, രണ്ടാളും ഒരുപോലെ ആയിക്കൂടാ. നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്രധാനമന്ത്രിയാകുന്ന മോദിയുടെ അധികാരം കിട്ടിയാൽ ഇന്ത്യ തകർന്നു തരിപ്പണാവും. മോദി അടക്കം നമുക്ക് എല്ലാവർക്കും പ്രസിഡന്റിന്റെ അധികാരം കിട്ടിയാൽ ഇന്ത്യ തകരും. ഒരു സ്കൂളിൽ എല്ലാ അധ്യാപകന്മാരും ഹെഡ് മാസ്റ്റർ ആയി കഴിഞ്ഞാൽ ആ സ്കൂൾ തകരും. അപ്പൊ അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഒരാൾ നെടുനായകത്വം വഹിക്കണം. അത് ശാരീരികമായും മാനസികമായും പുരുഷനാണ് യോഗ്യത. അത് അള്ളാഹു അങ്ങനെ പഠിച്ചു. പ്രകൃതിയിൽ എവല്യൂഷൻ വഴി അങ്ങനെ രൂപപ്പെട്ടു. എന്ത് രീതിയിലാണെങ്കിലും പുരുഷനാണ് നിലവിൽ അതിന്റെ യോഗ്യത. അതുകൊണ്ട് പെണ്ണ് ഒതുങ്ങിയിരുന്ന് കുടുംബത്തിന്റെ സേവനം ചെയ്ത് അവിടുത്തെ രാജ്ഞിയായി വാഴണം. ആ കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യം ഉണ്ടാവുക. ഇപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ കുറിച്ചുള്ള ചില പഠനങ്ങളുണ്ട്. അവർ മാനസികമായ സമ്മർദ്ദം കൊണ്ട് ഭയങ്കരമായി ബുദ്ധിമുട്ടുന്നതാണ്. കാരണം ജോലിക്ക് പോകണം, അവിടുത്തെ കൃത്യമായി നടത്തണം, വീട്ടിലെല്ലാ ജോലിയും ചെയ്യാൻ വേണം, ഒരു 3 മണിക്ക് എഴുന്നേൽക്കണം, എന്നിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടതൊക്കെ തയ്യാറാക്കി വെക്കണം, ഭർത്താവിന്റെ അടക്കം എല്ലാം അലക്കി അയൺ ചെയ്ത് വെക്കണം, വീടെല്ലാം തൂത്തുവാരി വൃത്തിയാക്കണം, ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തിയിട്ട് ഓടണം, എന്നിട്ട് 5 മണി വരെ ജോലിശാലയിൽ അവിടെ കഠിനമായി അധ്വാനിക്കണം. അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടാണ്. ആൺ ജീവനക്കാർ വർത്താനം പറഞ്ഞാൽ വരിക, ലാവിഷായി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി മീണ്ടോ നോക്കിയിട്ടാ വരിക. പെണ്ണുങ്ങൾ എവിടെയെങ്കിലും സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ അവരുടെ സമയം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഓട്ടാണ്. കാരണം വീട്ടിലെത്തണം, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യണം. ഏകദേശം 12 മണിക്കും 12:30ക്കും കടന്നുറങ്ങണം, 3 മണിക്ക് എഴുന്നേൽക്കണം. ഈ ചക്രം അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എനിമിയ വരുന്നു, രക്തക്കുറവ്, കണ്ണിന് ചുറ്റും കറുത്ത പാട് വരുന്നു, സന്ധികളിലൊക്കെ വേദന വരുന്നു, മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ 65% പെണ്ണുങ്ങൾക്ക് രക്തക്കുറവ് രോഗമുണ്ടെന്ന് പഠനങ്ങൾ വരുന്നു. കാൾ ജീവനക്കാരുണ്ട് കുറെ നേരം വെളുക്കോളം വിവിധ അമേരിക്കൻ കമ്പനിയിലെ ലണ്ടനിലെ കമ്പനിയിലൊക്കെ ഈ വസ്തുക്കളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിനിങ്ങനെ ഉത്തരം പറയാൻ വേണ്ടി ഉണർന്നിരിക്കുക. ആ പെണ്ണുങ്ങളുടെ ജീവിതം ഒരു 30-35 വയസ്സാകുമ്പോഴേക്ക് അനാരോഗ്യകരമായ പ്രശ്നം, അനാരോഗ്യം, വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പാടിലേക്ക് എത്തുന്നുവെന്ന് പഠനങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് സാധ്യമാവുമെങ്കിൽ പെണ്ണ് ജോലിക്ക് പോവാതെ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സംരക്ഷിച്ച് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിയിട്ട് സുതാര്യമായൊരു ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോളിൽ പെണ്ണ് ജീവിക്കണമെന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചൊരു പുസ്തകമുണ്ട്, ഡോക്ടർ VP ഗംഗാധരന്റെ ജീവിതം ഒരു അത്ഭുതം. ക്യാൻസർ രോഗ വിദഗ്ധൻ, അദ്ദേഹത്തിന്റെ ചികിത്സാനുഭവങ്ങൾ വിശദീകരിച്ച പുസ്തകം. ഡോക്ടർ ദമ്പതിമാരുടെ ഒരു മോനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. 2 പേരും ഡോക്ടർമാരാണ്. അവസാനം ഈ കുട്ടിക്ക് ക്യാൻസർ വന്നു. ക്യാൻസറിന് ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ പോലും അവനിൽ നിന്ന് സിഗരറ്റ് പിടിച്ചെടുത്തു. അതിനപ്പുറം അവന്റെ തലയുടെ ഇടയിൽ നിന്ന് വിദേശ മദ്യത്തിന്റെ ചെറിയ കുപ്പി കിട്ടി. വളരെ സുരക്ഷിതമായി ഭക്ഷണം പോലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കേണ്ട കീമോതെറാപ്പിയുടെ സന്ദർഭത്തിൽ എങ്ങനെയാണ് കുട്ടിക്ക് ക്യാൻസറുമായി വളരെയേറെ ബന്ധമുള്ള മദ്യവും സിഗരറ്റും ഒക്കെ കിട്ടിയത് എന്നുള്ള അന്വേഷണം അമ്മയാകുന്ന ഡോക്ടറിലേക്ക് എത്തിച്ചേരുന്നു. അവരത് കൊണ്ടു കൊടുക്കുന്നത്. അച്ഛനെയും അമ്മയെയും ഡോക്ടർ വിളിച്ചു ഗംഗാധരൻ. അദ്ദേഹം ശക്തമായി ശകാരിച്ചു, നിങ്ങൾ ഡോക്ടർമാർ തന്നെയാണ്, ഈ ചികിത്സയും ഇതും തമ്മിലുള്ള ഭയങ്കരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം, എന്നിട്ട് പോലും നിങ്ങളത് കൊണ്ടുവന്ന് കൊടുത്തു. എനിക്ക് വല്ലാത്ത കൗതുകം തോന്നുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വഴക്ക് പറഞ്ഞപ്പോൾ 2 പേരും പൊട്ടിക്കരഞ്ഞു. സാറേ ക്ഷമിക്കണം,
നിങ്ങളുടെ കീമോതെറാപ്പി ചികിത്സയോട് ഞങ്ങളുടെ മകൻ സഹകരിക്കണമെങ്കിൽ കൃത്യമായി അവനത് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ അവൻ വയലന്റ് ആവും, ഇവിടുന്ന് ഇറങ്ങിയോടും, ഇവിടെയുള്ള സ്റ്റാഫിനെ ആക്രമിക്കും, മറ്റു രോഗികൾക്ക് ശല്യാവും. അത് വരാതെ ചികിത്സ നടക്കാനാണ് ഇതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലായിട്ട് ഞങ്ങൾ ഇത് കൊണ്ടുവന്ന് കൊടുത്തത്. ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരായിരുന്നു, രണ്ടുപേരും തിരക്കുള്ള ഡോക്ടർമാരായിരുന്നു. അതിരാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് പോകും, വളരെ വൈകി മോൻ ഉറങ്ങിയിട്ടേ ഞങ്ങൾ വരുള്ളൂ. ഞങ്ങൾക്ക് ഏക സന്താനമായ ഈ മകനെ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഒരായയെ ഏൽപ്പിച്ചു. അവൾ ഇവൻ ഇഷ്ടമുള്ളത് മാത്രം ചെയ്തു കൊടുത്തു. കാരണം കുട്ടിക്ക് അറിയാതിരിക്കൽ അവളുടെ ആവശ്യമാണ്. ആയ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ നല്ല ആയാണെന്ന് പറയൽ അവളുടെ ആവശ്യമാണ്. അങ്ങനെ ചെറുപ്പം മുതൽ ഇവൻ വളർന്നു വന്നു. പതിയെ 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 അവൻ മയക്കുമരുന്നിൻ്റെ ആളായി, മദ്യത്തിൻ്റെ ആളായി. ഞങ്ങൾക്ക് അവനെ ശ്രദ്ധിക്കാനേ പറ്റിയില്ല. ഞങ്ങൾ തിരക്കിലായിരുന്നു, രണ്ടുപേരും ജോലിക്കാരായിരുന്നു. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഡോക്ടർ ദമ്പതിമാരെ കുറിച്ച് ഡോക്ടർ വി പി ഗംഗാധരൻ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൂമുഖവാതിലിൽ സ്നേഹം വിതുറന്ന പൂന്തിങ്കളാവണം ഭാര്യ എന്ന് പാട്ട് വന്നത്. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയുമാവണമെന്ന് പറയുന്നത്. എത്ര തിരിഞ്ഞു കത്തിയാലും എണ്ണ പറ്റാത്ത വിളക്കാവണം അവളെന്ന് പറയുന്നത്. ഇത് പെണ്ണിനെ മോശാക്കണതല്ല. അപ്പോഴാണ് മനുഷ്യനും മനുഷ്യന്റെ ജീവിതവും കുടുംബ ബന്ധവും സമൂഹത്തിന്റെ കെട്ടുറപ്പ് നടക്കുക. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പെണ്ണിനെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുമ്പോൾ തന്നെ അവർ ജീവിക്കേണ്ടതിന്റെ ചില രീതിശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നു. അത് അള്ളാഹുവിന്റെ സംവിധാനമാണ്, ശിർഅത്ത് അല്ലാഹ്, അള്ളാഹുവിന്റെ നിയമമാണ്. അത് പാലിക്കുന്നവർ വിജയിക്കും. അതല്ലാത്തപ്പോഴൊക്കെ കുറച്ചു കാലം ഒളിച്ചു നിന്നാലും പിന്നെ പിന്നെ കേട്ടു തുടങ്ങും. തൊട്ടതും നോവിച്ചതും നുള്ളിയതും റേപ്പ് ചെയ്തതും വാതിൽ മുട്ടിയതും ചവിട്ടിപ്പൊളിച്ചതും ഒക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഅതു അൗറത്തുൻ, പെണ്ണ് അൗറത്താണ്. ഇദാ ഖറജത്, അവൾ പുറത്തിറങ്ങിയാൽ ഇസ്തശറഫഹ ശൈത്വാൻ, ശൈത്വാൻ പിന്തുടരും. അല്ലാഹു നമ്മയൊക്കെ ദീനിന്റെ ഖാദിമീങ്ങളായി ജീവിപ്പിക്കുമാറാവട്ടെ. എല്ലാവിധ അധാർമിക പ്രവർത്തനങ്ങളും വ്യാപകമായി നടക്കുമ്പോൾ ധർമ്മത്തിന്റെ ഓരം ചേർന്ന് നിൽക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.